മാനവരത്തിന്റെ പാവങ്ങൾക്കായി ക്രൂശിൽ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിച്ചിരിക്കുന്ന യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. MC അബ്ദുൽ നാസർ മീരാൻ വിടാതെ പിന്തുടരുകയാണ്. സംവാദത്തിന് ഞാനൊന്ന് വെല്ലുവിളിച്ചു, പുള്ളി അതിൽ കയറി പിടിച്ചു. എനിക്കതിൽ വളരെ സന്തോഷമുണ്ട്. കാരണം പൗലോസ് അപ്പോസ്തലനെ പറ്റി വളരെ മോശമായിട്ട് പറഞ്ഞു നടക്കുക എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ഒരു ജീവിതചര്യയാണ്. ആ ജീവിതചര്യയില് ഇദ്ദേഹം ഏതോ ഒരു ഉദ്യോഗസ്ഥനൊക്കെ ആയിട്ട് ചേർന്നുകൊണ്ട് ഒരു പുസ്തകമൊക്കെ എഴുതിയാൽ വിശുദ്ധ പൗലോസിന്റെ മകൾ കന്യക എന്നൊക്കെ പറഞ്ഞിട്ട് ആ പുസ്തകം എഴുതുകയും ആ പുസ്തകമൊക്കെ വെച്ചുകൊണ്ട് പുള്ളി ഇങ്ങനെ ക്ലബ് ഹൗസിലും ഒക്കെ വന്നിട്ട് വളരെ മോശമായിട്ട് പൗലോസിൻ അപ്പോസ്തലനെ പറ്റി പറയാൻ ഇവർക്കൊരു മടിയില്ല. നാണം കെട്ട ടീമായതുകൊണ്ട് ഒരു കുഴപ്പമില്ല. എന്നാൽ ഈ പറയുന്ന ഈ MC അബ്ദുൽ നാസറിനെ പോലുള്ള പക്കാ ജിഹാദികൾ പറഞ്ഞു നടക്കുന്ന കാര്യത്തെ എതിർത്ത ആൾക്കാരാണ് മുഹമ്മദ് ഈസയുടെ കൂട്ടത്തിലുള്ളവർ. പൗലോസ് പറഞ്ഞിരിക്കുന്ന കാര്യം അങ്ങനെയല്ല എന്നുള്ളതിന്റെ പേരിൽ അതും MC-യുടെ ഫേസ്ബുക്കിൽ കയറി നോക്കിക്കഴിഞ്ഞാല് മുഹമ്മദ് ഈസയുടെ ഒരു കൈക്കാരൻ വിളിച്ചിട്ട് MC-യോട് പറയുന്ന കാര്യം പുള്ളി അവിടെ തന്നെ ഇട്ടിട്ടുണ്ട്. MC, ഞാനിത് പറഞ്ഞതിന് ശേഷം നീ അത് മാറ്റിക്കളയരുത് കേട്ടോ, അതുകൂടെ മനസ്സിലാക്കിക്കോണം. അപ്പൊ MC-യോട് പറയാണ്, MC അബ്ദുൽ നാസർ മീരാൻ, ഈ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കത്തേ ഉള്ളൂ. അവസാനം കബറിലിട്ട് ആ മുൻകീറ് നക്കീറും അടിച്ച് നാശമാക്കി പണ്ടാരം അടക്കി കഴിയുമ്പോഴത്തേക്ക് അവിടെ കിടന്ന് ചിലപ്പോ നീ ചിന്തിക്കും, ഷോ സത്യദൈവമായ യേശുക്രിസ്തുവിനെ വിട്ടിട്ട് ഈ കണ്ണ് കാണാൻ വയ്യാത്ത ചെവിയും കേൾക്കാത്തവന്റെ നടി മേടിച്ചു കൂട്ടേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? എന്റെ ആരെ വിളിക്കാനാ? നിങ്ങളിപ്പോ വിശ്വസിക്കുന്ന അല്ലാഹു തന്നെയാണ് ഇങ്ങോട്ട് ഇറക്കി വിടുന്നത്, അടിച്ചു തകർത്തോന്നും പറഞ്ഞ്. മനസ്സിലായോ? അപ്പൊ ഇന്നത്തെ വിഷയം ഞാൻ പറഞ്ഞു വരാനുള്ള കാരണം MC അബ്ദുൽ നാസർ ഇപ്പൊ ആകെ തീ പിടിച്ച അവസ്ഥയാണ്. അടി മുതൽ മുടി വരെ തീ പിടിച്ചിട്ട് ഇപ്പൊ പുള്ളി ഇപ്പൊ ഭയങ്കര വെല്ലുവിളിയും കാര്യങ്ങളൊക്കെ നടക്കും. കള്ളത്തരത്തിന്റെ നാവിൻ തുമ്പിൽ കള്ളത്തരമല്ലാത്ത വേറെ എന്തെങ്കിലും ഉണ്ടോ MC അബ്ദുൽ നാസറെ കയ്യില്? അതിപ്പോ പറയാനുള്ള കാരണം ഇത് കണ്ടോ. MC അബ്ദുൽ നാസർ കഴിഞ്ഞ ദിവസം ഒരാൾ ഒരു ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഡിബേറ്റിന്റെ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഒരു ഇന്റർവ്യൂ നടത്തി. അപ്പൊ അതിൽ നിന്ന് കുറച്ച് ഭാഗം കട്ട് ചെയ്ത് ആശാൻ ഇട്ടിട്ടുണ്ട്. അങ്ങനെ ഒരു കട്ടിങ്ങിന് വേണ്ടി ഞാനും കാത്തിരിക്കുകയായിരുന്നു. ഇടുവെന്ന് എനിക്കറിയാം, കാരണം അനക്ക് എവിടെയെങ്കിലും എന്തെങ്കിലും പറഞ്ഞൊന്ന് ജയിക്കണമല്ലോ. പക്ഷെ പിന്നെയും നീ പാതാളത്തിലേക്ക് തന്നെയാണ് എന്റെ MC. പിന്നെ ഇവിടെ അവതാരകൻ അങ്ങോട്ട് ചോദിക്കുമ്പോഴത്തെ സാക്ഷിയുടെ ഭാഗത്ത് നിന്ന് ഒരു മാന്യതയിൽ എന്നെ എടാ പോടാന്നൊക്കെ വിളിച്ചു. ശരിയാണ്, ഞാൻ വിളിച്ചത് തന്നെയാണ്, വേറെ ഒന്നും കൊണ്ടല്ല കേട്ടോ. ഇതാണ് അതിന് കാരണം. ഇങ്ങനെ എഴുതിയിട്ട ആളിനെ എനിക്ക് കയറി കൂട്ടുകാരാ, ഉറ്റ സുഹൃത്തെ, സാഹിബേ എന്നൊന്നും വിളിക്കാൻ എന്നെ കൊണ്ട് പറ്റൂല. ഇത് കണ്ടിട്ടും വിളിക്കാൻ വേണ്ടി കൂടെ നടക്കുന്ന കുറെ എണ്ണം കാണും, എന്നെ കൊണ്ട് അത് പറ്റുകയില്ല. ഇത് കണ്ടിട്ടും കൂടെ പോയി ചായ കുടിക്കാനും മറ്റു പലതിനും വേണ്ടി നടക്കുന്നവർ കാണും, എന്നെ കൊണ്ട് പൊന്നു സുഹൃത്തുക്കളെ പറ്റത്തില്ല. ഇത് എഴുതിയിട്ടിരിക്കുന്നത് യേശുക്രിസ്തുവിനെ പറ്റിയല്ല, മുഹമ്മദ് നബിയെ പറ്റി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇസ്ലാമിന്റെ മാത്രം പ്രവാചകനായ ഈ അബ്ദുൽ നാസർ മീരാന്റെ പ്രവാചകനായ അവസാന പ്രവാചകൻ മുഹമ്മദ് നബിയെ പറ്റിയാണ് എഴുതിയിട്ടിരിക്കുന്നത്. ഓക്കെ, ഞാൻ പറഞ്ഞത് മൊത്തം തിരിച്ചെടുത്തിട്ട് അപ്പൊ തന്നെ MC അബ്ദുൽ നാസറിന്റെ മുമ്പിൽ പോയി ക്ഷമ പറയാൻ തയ്യാറാണ്. പക്ഷെ ഈ എഴുതിയിട്ടിരിക്കുന്ന എന്റെ നബിയെ പറ്റിയാണെന്ന് പുള്ളി ഒന്ന് പറഞ്ഞാൽ മതി. ശരിയല്ലേ? ഞാൻ ഓക്കെയാണ്. ഇനി എന്താണ് ഈ MC അബ്ദുൽ നാസർ മുറിച്ചിട്ടതെന്ന് നോക്കാം. മുറിയാണല്ലോ ഇഷ്ടം. മുറിച്ചിട്ടത് കണ്ടു. ഈ സാക്ഷിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല, ഒരു മര്യാദ ഉണ്ടായിട്ടില്ല. ഒന്നാമത്തെ പ്രശ്നം എടാകൂടാന്നുള്ള വിളിയാണ് കൂടുതൽ വന്നിട്ടുള്ളത്. തിരിച്ചും ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങോട്ട് പറയുന്നിടത്ത് ഈ സാക്ഷിയെ പോലുള്ള ആളുകൾ പറഞ്ഞിട്ടുണ്ട്, അത് ശരി തന്നെയാണ്. നിങ്ങൾ ഒരു കരാർ മുന്നോട്ട് വെച്ചു എന്ന് പറയുന്നത്, ആ കരാർ എങ്ങനെയാണ്? 5 മണിക്ക് അതിന്റെ മീറ്റിംഗ് തീരണം, മാത്രമല്ല യാത്രാ സൗകര്യമുള്ള സ്ഥലത്തായിരിക്കണം, പിന്നെ ചോദ്യങ്ങൾ സംവാദകർക്കുമാകാം, അപ്പോൾ തന്നെ ഓഡിയൻസിനാകാം. ഇങ്ങനെ കുറെ നിബന്ധനകൾ നിങ്ങൾ എഴുതി അയച്ചു കൊടുത്തല്ലോ. ആ അയച്ചു കൊടുത്ത ശേഷമാണല്ലോ ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ തീരുമാനിച്ചത്. അല്ല, അത് അയച്ചു കൊടുത്തത് നിബന്ധനയാണ്. മനസ്സിലായോ? അവരെനിക്കൊരു കരാർ അയച്ചു തന്നു. ആ കരാറിനകത്ത് ഞാൻ പറഞ്ഞിരിക്കുന്ന ഈ വിഷയങ്ങളുണ്ട്. ഒന്ന്, മുഹമ്മദ് നബി എന്നുള്ള വിഷയം വരണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ തിരുവനന്തപുരം വരാമെന്ന് അവരോട് പറഞ്ഞിട്ടേ ഇല്ല? അല്ല, വരാമെന്ന് പറഞ്ഞത് വിഷയം
ചർച്ചയ്ക്ക് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ചർച്ചയ്ക്ക് പോകാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്, വരാമെന്നും പറഞ്ഞിട്ടുണ്ട്. പക്ഷെങ്കിൽ ഞാൻ ഈ വിഷയം മുഹമ്മദ് നബി എന്ന് നിങ്ങൾ സംവാദവേളകളിലും അതുപോലെ തന്നെ ബാനറിലും നമ്മൾ തമ്മിലുള്ള എഗ്രിമെന്റിലും വേണമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് കിട്ടിയ മറുപടി മിസ്റ്റർ മുഹമ്മദ് എന്ന് ഞങ്ങൾ ഉപയോഗിക്കൂ. അതുകൊണ്ടാണ് നിങ്ങൾ വരാത്തത്. അല്ല, പിന്നെ നമ്മൾ വിട്ട് തെറ്റിയില്ലേ? നമ്മൾ എന്തെങ്കിലും വിഷയമുണ്ടോ? അപ്പോൾ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് അദ്ദേഹം പറയുന്നത്, നിങ്ങൾ മുഹമ്മദ് നബി എന്ന് ഉപയോഗിക്കാൻ നിങ്ങളോട് പറഞ്ഞപ്പോൾ നിങ്ങൾ അത് ഉപയോഗിക്കാതിരുന്നപ്പോൾ അദ്ദേഹം മിസ്റ്റർ നബി എന്ന രീതിയിൽ നിങ്ങൾ വാക്കുകൾ ഉപയോഗിച്ചതുകൊണ്ട് മാത്രമാണ് അദ്ദേഹം തിരുവനന്തപുരത്ത് വരാത്തത്, അല്ലേ? അല്ലല്ല, അങ്ങനല്ല. ഞാൻ ഇങ്ങനെ വേണം ഈ വിഷയത്തിൽ ഉപയോഗിക്കാൻ എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് അവരിന്ന് കിട്ടിയ മറുപടി നമുക്ക് ഇതിനകത്തുണ്ട്. വേണ്ടി വന്നു കഴിഞ്ഞാൽ അത് ഞാൻ ഇദ്ദേഹത്തിന് ഞാൻ കൈമാറാം. അദ്ദേഹം അത് കാണിക്കും വീഡിയോയിൽ. തീർച്ചയായും. അവര് പറഞ്ഞത് ഞങ്ങൾ മിസ്റ്റർ മുഹമ്മദ് എന്ന് മാത്രമേ ഉപയോഗിക്കുള്ളൂ, മുഹമ്മദ് ഞങ്ങളുടെ പ്രവാചകനല്ല, ഇത്തരം കുറെ വാക്കുകളാണ് അവർ പറയുന്നത്. അപ്പം അവിടെ തീർന്നില്ല. പിന്നെ ഞാനുമായിട്ട് എന്ത് ചർച്ചയാണ് അവർ വരുന്നത്? ഞാൻ മാന്യമായ രീതിയിൽ ഇന്ന് ലോകത്തിലുള്ള ഏത് ക്രൈസ്തവനും സ്വീകരിക്കാൻ പറ്റുന്ന വിഷയം മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. അത് മെയിനായിട്ടുള്ളത് ഒന്ന് വിശുദ്ധ ഖുർആനാണ്, രണ്ട് സ്വഹീഹായ ഹദീസ് പ്രമാണമായിട്ടുള്ളത്. മറ്റൊന്ന് ഈ സംവാദ വേളകളിൽ നിങ്ങൾ ഇത് സ്വീകരിക്കണം. ഇതുവരെ സ്വീകരിച്ചിട്ടുമുണ്ട്. 2 മാസത്തിനു മുമ്പ് എന്റെ സുഹൃത്തു കൂടിയായ പന്തളം സുരാജുമായിട്ട് അവർ നടത്തിയ അവർ നടത്തിയ ചർച്ച, അതിന്റെ ബാനർ എന്ന് പറഞ്ഞാൽ മുഹമ്മദ് നബി ക്രൈസ്തവതയിലും ഇസ്ലാമിലും എന്നാണ്. പക്ഷെ അങ്ങനെ ഒരു തർക്കം അവരുമായിട്ട് ഉണ്ടായിരുന്നില്ല. ഈ മുഹമ്മദ് നബിയുടെ പേര് വെക്കുന്ന രീതിയിൽ അങ്ങനെ ഒരു തർക്കം അവരുമായിട്ട് ഉണ്ടായിരുന്നതുകൊണ്ടാണ് അദ്ദേഹം ചെയ്തത്. അല്ല, ഈ സിറാജുമായിട്ടുള്ള സംവാദ സംബന്ധമായിട്ട് അങ്ങനെ ഒരു ബാനർ വെക്കാൻ തക്കവണ്ണം ഇടയായിത്തീരുന്നത് ഈ പേരുമായി ബന്ധത്തിലോ സംബോധനയോ ബന്ധത്തിലോ അങ്ങനെ ഒരു തർക്കം അവിടെ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. പക്ഷെ നിങ്ങളുമായിട്ടുള്ള ഒരു തർക്കമുണ്ടോ? ആ തർക്കം ഇങ്ങനെയാണ്, യേശുക്രിസ്തുവിനെ നിങ്ങൾ ആക്ഷേപിച്ചു എന്നുള്ളതാണ്. മാത്രമല്ല അവർ പറയുന്നുണ്ട് ഞങ്ങൾ മുഹമ്മദ് നബി എന്ന് ഉച്ചരിക്കാൻ തരാം, പക്ഷെ നിങ്ങൾ യേശുക്രിസ്തു ദൈവത്തിന്റെ പുത്രൻ, സാക്ഷാൽ ദൈവപുത്രൻ അല്ലെങ്കിൽ സത്യദൈവമായ ക്രിസ്തു എന്ന് നിങ്ങൾ ഉച്ചരിക്കുമോ എന്നാണ് അവർ ചോദ്യം. അല്ല, ഉച്ചരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈബിളിൽ യേശുവിനെ കുറിച്ച് എന്താണോ പറയുന്നത് ഞാൻ പറഞ്ഞു. ബൈബിളിൽ എന്താണോ യേശുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, പൗലോസിനെ കുറിച്ച് എന്താണോ പറഞ്ഞത്. ഈ അവതാരകൻ ചോദിക്കുന്ന ചോദ്യമുണ്ട്, നിങ്ങൾ മുമ്പോട്ട് കരാർ വെച്ചോ, എന്തു പറയുന്നു, 5 മണിക്ക് യാത്ര, സൗകര്യം, ഇതെല്ലാം പറഞ്ഞു. അപ്പം MC പറയുന്നതാണ്, ഞാൻ നിബന്ധനകൾ, അവർ എനിക്കൊരു കരാർ അയച്ചു തന്നു, ഞാൻ ആവശ്യപ്പെട്ട കാര്യങ്ങൾ ഉൾപ്പെടുത്തി അതിലൊന്ന് മുഹമ്മദ് നബി എന്ന വിഷയം പറഞ്ഞണമെന്നായിരുന്നു. അപ്പൊ തിരുവനന്തപുരത്ത് വരാമെന്ന് സമ്മതിച്ചിരുന്നു. അപ്പൊ വരാമെന്ന് സമ്മതിച്ചു, പക്ഷെ സംവാദവേളയിലും ബാനറിലും മുഹമ്മദ് നബി എന്ന് വേണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടപ്പോൾ അവർ പറഞ്ഞു മിസ്റ്റർ മുഹമ്മദ് എന്ന് മാത്രമേ ഉപയോഗിക്കുന്നു. അപ്പൊ അതുകൊണ്ടാണോ നിങ്ങൾ വരാതിരുന്നതെന്ന് ചോദിച്ചപ്പോഴത്തേന് ഉടനെ MC പറഞ്ഞു, അതെ, മുഹമ്മദ് ഞങ്ങളുടെ പ്രവാചകനല്ലേ, അതുകൊണ്ട് മിസ്റ്റർ മുഹമ്മദ് എന്ന് വിളിക്കുക എന്ന് പറഞ്ഞപ്പോൾ പിന്നെ അവരുമായി എന്ത് ചർച്ചയാണ് നടത്തേണ്ടത്? ലോകത്തുള്ള ഏത് ക്രൈസ്തവനും സ്വീകരിക്കാൻ പറ്റുന്ന വിഷയമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അപ്പം ഇതെന്താണ് സംഭവം ഒന്ന് കാണാം കേട്ടോ. MC നാണം കെട്ട് പോവല്ലേ. MC-യുടെ കരാറിന്റെ അടിസ്ഥാനം എന്താണ്? കഴിഞ്ഞ എപ്പിസോഡ് കാണിച്ചാണെങ്കിൽ ഇതൊന്ന് കാണിക്കണം. ഈ കള്ളൻ എന്താണെന്നുള്ളത് ഒന്ന് നോക്കണം. ഡേറ്റ് നോക്കണം, 26 മാർച്ച്. ഓക്കെ, 11:09 AM, 26 മാർച്ച്. നിങ്ങളത് നോക്കണം. സംവാദ കരാറുമായി ബന്ധപ്പെട്ട ചില നിർദ്ദേശങ്ങൾ. പ്രോഗ്രാം ഓഡിറ്റോറിയത്തിൽ ആയിരിക്കുകയും യാത്രാ സൗകര്യമുള്ള ഇടം തിരഞ്ഞെടുക്കുകയും വേണം. മെയ് 2026 ആദ്യ വാരം ഏത് ദിവസവും ഞാൻ ഒരുക്കമാണ്. 5 മണിക്ക് പ്രോഗ്രാം അവസാനിക്കുന്ന രീതിയിൽ ആകുന്നത് നന്നായിരിക്കും. ഇസ്ലാമിക പ്രമാണങ്ങളായ ഖുറാനും സ്വഹീഹായ ഹദീസുകളും ആയിരിക്കണം സംവാദത്തിൽ ഉപയോഗിക്കേണ്ടത്. ചോദ്യങ്ങൾ സദസ്സിൽ നിന്നോ സംവാദകർ തമ്മിലോ എന്തുമാകാം. പോസ്റ്റർ, നോട്ടീസ് എന്നിവയിൽ എന്നെ അറിയപ്പെടുന്ന MC അബ്ദുൽ നാസർ എന്ന് ഉപയോഗിക്കുക. സംവാദവേദിയിലും പ്രോഗ്രാമിലുമായി ബന്ധപ്പെട്ട എഴുത്തുകളിലും മുഹമ്മദ് നബി എന്ന് വേണം ഉപയോഗിക്കാൻ. ഏത് സ്ഥലമാണ് സംവാദത്തിന് നിങ്ങളുടെ തീരുമാനം എന്ന് അറിയിക്കുക. ഈ വിഷയങ്ങൾ ചേർത്തുള്ള കരാർ അയച്ചു തരിക. ബാക്കി കാര്യങ്ങൾ പിന്നാലെ. MC അബ്ദുൽ നാസർ. ഇതാണ് MC ഞങ്ങൾക്ക് തന്നിരിക്കുന്നത്. ഇതിനു മുമ്പ് ഞങ്ങൾ സംവാദ വിഷയം തമ്മിൽ ഡിബേറ്റ്, ടൈം, കാര്യങ്ങളെല്ലാം അയച്ചു കൊടുത്തപ്പോഴത്തേനും ഉടനെ ഇദ്ദേഹം അയച്ചാണ്. ഇതിന് ഞങ്ങൾ കൊടുത്ത മറുപടി അത് കഴിഞ്ഞ എപ്പിസോഡ് ഞാനൊരു വീഡിയോ ആക്കിയാണ് കാണിച്ചത്. പക്ഷെ ഇപ്പൊ നിങ്ങൾ ഇതൊന്ന് വായിക്കണം. ഞങ്ങൾ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ ഇല്ലയോ എന്ന് അരിയാഹാരം കഴിക്കുന്നവർക്ക് ബോധ്യമാകും. അരിയാഹാരം കഴിക്കാത്തവരെല്ലാം അബ്ദുൽ നാസറിന്റെ കൂട്ടത്തിൽ കൂടും, അതറിയാം. അരിയാഹാരം കഴിക്കുന്നത് അതല്ല മറ്റു പലതും ആണ് തിന്നുന്നുണ്ടെങ്കിൽ അബ്ദുൽ നാസറിന്റെ കൂട്ടത്തിൽ കൂടും. മനസ്സിലായോ? എന്ന് വെച്ചാൽ അരിയാഹാരം കഴിച്ചിട്ട്
പുറത്തേക്ക് പോകുന്നതാണ് തിന്നുന്നുണ്ടെങ്കിൽ അബ്ദുൽ നാസറിന്റെ കൂട്ടത്തിൽ കൊടുക്കും, അത് കുഴപ്പമില്ല. ഇനി ഞങ്ങൾ അയച്ച മറുപടി നോക്കും. ബഹുമാനപ്പെട്ട MC അബ്ദുൽ നാസർ പറയുന്നത്, താങ്കൾ അയച്ച മറുപടിയും സംവാദ കരാറുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ ലഭിച്ചു. സംവാദം മെയ് മാസത്തിൽ നടത്തുന്നതിനോടും സമയം 5 മണിക്ക് അവസാനിക്കുന്ന രീതിയിൽ ക്രമീകരിക്കുന്നതിനോടും യാത്രാ സൗകര്യമുള്ള വേദി കണ്ടെത്തുന്നതിനോടും ഞങ്ങൾക്ക് പൂർണ്ണ യോജിപ്പാണുള്ളത്. പോസ്റ്ററുകളിലും നോട്ടീസുകളിലും താങ്കളുടെ പേര് MC അബ്ദുൽ നാസർ എന്ന് തന്നെ ഉപയോഗിക്കുന്നതാണ്. അതുപോലെ ചോദ്യോത്തര വേളയിലെ നിർദ്ദേശങ്ങളും സ്വീകാര്യമാണ്. എന്നാൽ താങ്കൾ മുന്നോട്ട് വെച്ച മറ്റു 2 പ്രധാന വ്യവസ്ഥകളോട് ഞങ്ങൾക്ക് ശക്തമായി വിയോജിപ്പുണ്ട്. ആ കാര്യത്തിലുള്ള ഞങ്ങളുടെ നിലപാട് താഴെ വ്യക്തമാക്കും. 1. ഇസ്ലാമിക പ്രമാണങ്ങളുടെ ഉപയോഗം. സംവാദത്തിൽ ഖുർആനും സ്വഹീഹായ ഹദീസുകളും മാത്രമേ ഉപയോഗിക്കാവൂ എന്ന് താങ്കൾ പറഞ്ഞിരിക്കുന്നു. അങ്ങനെയെങ്കിൽ ലോകമെമ്പാടുമുള്ള മുസ്ലിങ്ങൾ പൊതുവായി അംഗീകരിക്കുന്ന മറ്റ് അടിസ്ഥാന പ്രമാണങ്ങളായ ഇജ്മ, ഖിയാസ് തുടങ്ങിയവയെല്ലാം താങ്കൾ പൂർണ്ണമായും തള്ളിക്കളയുകയാണോ എന്ന് വ്യക്തമാക്കേണ്ടതുണ്ട്. താങ്കളുടെ ഈ നിലപാട് കരാറിൽ കൃത്യമായി രേഖപ്പെടുത്താൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. മുഹമ്മദ് നബി എന്ന പ്രയോഗം. സംവാദവേദിയിലും പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട എഴുത്തുകളിൽ മുഹമ്മദ് നബി എന്ന് നിർബന്ധമായി ഉപയോഗിക്കണമെന്ന താങ്കളുടെ വ്യവസ്ഥ അങ്ങേയറ്റം അപഹാസ്യവും ഞങ്ങൾക്കൊരിക്കലും അംഗീകരിക്കാൻ കഴിയാത്തതുമാണ്. ക്രൈസ്തവ വിശ്വാസ പ്രകാരം മുഹമ്മദിനെ ഞങ്ങൾ ഒരു പ്രവാചകനായി നബി ആയി അംഗീകരിക്കുന്നില്ല. ഞങ്ങളുടെ വിശ്വാസത്തിൽ മുഹമ്മദ് ഒരു വ്യാജ പ്രവാചകൻ മാത്രമാണ്. അതിനാൽ ശ്രീ മുഹമ്മദ് എന്നോ മിസ്റ്റർ മുഹമ്മദ് എന്നോ മാത്രമേ ഞങ്ങൾ ഉപയോഗിക്കുകയുള്ളൂ. ഒരു കാരണവശാലും മുഹമ്മദ് നബി എന്ന് ഉപയോഗിക്കാൻ ഞങ്ങൾക്ക് സാധിക്കില്ല. മിസ്റ്റർ മുഹമ്മദിനെ ഒരു നബിയായി ഞങ്ങൾ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ പിന്നെ അദ്ദേഹത്തിന്റെ ധാർമ്മികതയെ ചോദ്യം ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ഡിബേറ്റ് ഞങ്ങൾ നടത്തുന്നു. താങ്കൾ വെച്ച ഈ നിബന്ധനയുടെ അപഹാസ്യത താങ്കൾക്ക് തന്നെ മനസ്സിലാക്കാൻ ഒരു കാര്യം ചോദിക്കട്ടെ. സംവാദവേദിയിലും കത്തിടപാടുകളിലും യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുമ്പോൾ സത്യദേവവും നിത്യജീവനുമായ യേശുക്രിസ്തു 1 യോഹന്നാൻ 5:20 എന്നോ ദൈവപുത്രനായ യേശുക്രിസ്തു മർക്കോസിന്റെ സുവിശേഷം, ലൂക്കോസിന്റെ സുവിശേഷം, യോഹന്നാന്റെ സുവിശേഷം അതിന്റെ റെഫറൻസ് സഹിതമാണ് വെച്ചിരിക്കുന്നത് എന്നോ മഹാദേവവും രക്ഷിതാവുമായ യേശുക്രിസ്തു എന്നോ സകലത്തിന്മീതെ ദൈവമായി എന്നേക്കും വാഴ്ത്തപ്പെടുന്ന യേശുക്രിസ്തു എന്നോ കുരിശിൽ മരിച്ചു ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തു എന്നോ ഉള്ള വിശേഷണങ്ങൾ താങ്കൾ ഉപയോഗിക്കണം എന്ന് ഞങ്ങൾ നിബന്ധന വെച്ചാൽ താങ്കൾ അത് അംഗീകരിക്കുമോ? അതല്ലെങ്കിൽ സംവാദവേദിയിലും കത്തിടപാടുകളിലും പൗലോസ് അപ്പോസ്തലനെ കുറിച്ച് പറയുമ്പോൾ ലോകരക്ഷകനായ യേശുക്രിസ്തുവിന്റെ സുവിശേഷത്തിനായി വേർതിരിച്ച് വിളിക്കപ്പെട്ട പൗലോസ് അപ്പോസ്തലൻ എന്നോ യേശുക്രിസ്തുവിനാലും അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച പിതാവായ ദൈവത്താലും അപ്പോസ്തലനായ പൗലോസ് എന്നോ ഉപയോഗിക്കണം എന്ന് ഞങ്ങൾ പറഞ്ഞാൽ ശ്രീ അബ്ദുൽ നാസർ അതിന് തയ്യാറാകുന്നു. ഞങ്ങളുടെ വിശ്വാസ പ്രമാണങ്ങൾ ഞങ്ങൾ എങ്ങനെ മുറുകെ പിടിക്കുന്നുവോ അതുപോലെ തന്നെയാണ് താങ്കൾക്ക് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. അതിനാൽ അവരവരുടെ വിശ്വാസങ്ങൾ മറ്റുള്ളവരുടെ മേൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കാതെ തികച്ചും അക്കാദമികമായ രീതിയിൽ സംവാദം മുമ്പോട്ട് കൊണ്ടുപോകുന്നതാണ് ഉചിതം. ഈ കാര്യങ്ങളിലുള്ള താങ്കളുടെ നിലപാടുകൂടി വ്യക്തമാക്കിയാൽ എത്രയും വേഗം സംവാദവേദിയും തീയതിയും നിശ്ചയിക്കാൻ വേണ്ടി നമുക്ക് ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്ത് തീരുമാനത്തിലെത്താം. എന്നിട്ട് ഫൈനൽ കരാർ തയ്യാറാക്കി ഒപ്പിടാം. താങ്കളുടെ മറുപടിക്കായി കാത്തിരിക്കുന്നു. വിശ്വസ്തയുടെ സാക്ഷി അപ്പോളജി നെറ്റ്വർക്ക് ഇന്ത്യ, കേരളക്കട. അപ്പോൾ നിങ്ങളിത് കണ്ടല്ലോ. ഇതാണ് സാക്ഷി അദ്ദേഹത്തിന് അയച്ച ലെറ്റർ. പുള്ളി ഇങ്ങോട്ട് നിർദ്ദേശം വെച്ചു, തിരിച്ച് നമ്മളും അങ്ങോട്ട് വെച്ചു. അപ്പോൾ തന്നെ 26 മാർച്ച് 3:15 PM അബ്ദുൽ നാസർ മീരാന്റെ MC അബ്ദുൽ നാസർ മീരാന്റെ അള്ളാഹുവിലും മുഹമ്മദിലും സത്യമെന്ന് വിശ്വസിച്ച് നടക്കുന്ന മീരാന്റെ ഇത് വന്നു. ഏതാ മറുപടി വന്നു. ഇനി നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കണേ. വല്ല അക്ഷരത്തെറ്റുണ്ടെങ്കിൽ ഇനി ഞങ്ങളുടെ നേരെ കയറരുത് കേട്ടല്ലോ. ഇത് നമ്മൾ എഴുതിയതല്ല, ഓൻ എഴുതിയതാണ്. ജപ്പുള്ള അബ്ദുൽ നാസർ കാണുന്നുണ്ടെങ്കിൽ ഇതൂടെ ഒന്ന് നോക്കിക്കും. സാക്ഷി അപ്പോളജിസ്ട്രകൾക്ക് സൗലാണല്ലോ പൗലോസായത്. അദ്ദേഹത്തിന് ലേഖനങ്ങളിൽ നൽകുന്ന പേരെന്താണോ അത് ഞാൻ പറയുന്നതാണ്. ഇനിയും പറയുന്നത് കൊണ്ട് ഒരു പ്രയാസവും ഇനിയില്ല. അതുകൊണ്ട് മൂപ്പരെ ഞാൻ അംഗീകരിക്കുന്നു എന്ന് ബോധമുള്ള ആരും പറയില്ല. മറ്റൊന്ന്, സുവിശേഷം തുടങ്ങുന്നത് ദാവീദ് പുത്രൻ എന്നാണ്. യേശുവിനെ പറയുന്നത് അങ്ങനെ പറയുന്നതിനും ഒരു ബുദ്ധിമുട്ടുമില്ല. പൗലോസിന്റെയും നിങ്ങളുടെയും വിശ്വാസം ഞാൻ ഏറ്റുപറയണം. ഗലാത്യ ലേഖനം 1:1 ഇവിടെ പൗലോസിന്റെ പേരിന് എന്ത് വിശേഷണം കൊടുക്കുന്നുവോ അത് പൗലോസുമായ
ബന്ധമുള്ള ചർച്ചയിൽ പറയണം എന്ന് നിങ്ങൾ താല്പര്യമുണ്ടെങ്കിൽ എനിക്കെന്താ പ്രശ്നം? ഇവിടെ ശ്രീ മാൻ മുഹമ്മദിനെ കുറിച്ച് ചർച്ചയ്ക്ക് ജോസഫ് മാഷിനെ വിൽക്കൂ. മുസ്ലിങ്ങൾ അംഗീകരിക്കുന്ന മുഹമ്മദ് നബിയാണ്. അപ്പോൾ അതുമായി ചർച്ച ചെയ്യുമ്പോൾ മുഹമ്മദ് നബി എന്ന് തന്നെ പറയണം. ഇജ്മാ ഖിയാസ് ആരെഴുതിയ ഗ്രന്ഥമാണ്, നിങ്ങൾക്ക് സ്വീകാര്യം. അത് അറിഞ്ഞിട്ട് അത്തെക്കുറിച്ച് പറയാം. ജാമ്യതയോട് നിങ്ങൾ ചോദിച്ചാൽ പറയും MC. ഇതാണ് MC-യുടെ പരിപാടി. യേശുക്രിസ്തുവിനെ പറ്റി പറഞ്ഞത് നിങ്ങൾ കണ്ടല്ലോ, നമ്മൾ അങ്ങോട്ട് കൊടുത്ത കണ്ടല്ലോ. അതൊന്നും പുള്ളിക്ക് പറ്റിയ, അതെങ്ങാനും പുള്ളി പറഞ്ഞാൽ പിന്നെ തീർന്നു. പിന്നെ മുൻകീറും നക്കീറും അടിയോ എന്തൊക്കെ കാണിച്ചെന്ന് പറഞ്ഞാൽ ഇവരെല്ലാരും എടുത്തിട്ട് അടിക്കും. മുൻകീറും നക്കീറും കബറിലിട്ട് അടിച്ച് ഒരു വരുവാക്കും. ഇതിന്റെ ആടെ കമന്റ് ഇടാൻ വരുന്ന ഏത് കാക്കാനെ അടിക്കും, ഏത് വേത്തനെ അടിക്കും. MC-യെ അടിക്കും, MM അക്ബറിനെ അടിക്കും. എന്തിനാ? ഇവരുടെ പ്രവാചകനായ മുഹമ്മദിനെ വരെ അടിച്ചുകൊണ്ടിരിക്കുക. തെളിവുകൾ വേണമെങ്കിൽ പറഞ്ഞാൽ മതി, അടുത്ത വീഡിയോ ഞാൻ ചെയ്തു തരാം കേട്ടോ. ഒന്നുകൊണ്ടും പേടിക്കണ്ട. ഇത്ര തന്നെ ചിന്തിച്ചാൽ മതി. മയ്യത്തിന്റെ പേരിൽ വീട്ടിലുള്ളവർ കരഞ്ഞു കഴിഞ്ഞാൽ ഖബറിൽ ശിക്ഷിക്കപ്പെടുമെന്നറിയത്തില്ലേ? ഇനി MC-യോട് തന്നെ ചോദിക്കാം, MC, നിങ്ങളുടെ അന്ത്യപ്രകാരം മുഹമ്മദ് മയ്യത്തായപ്പോഴത്തേനും വീട്ടിലുള്ളവരെ നാട്ടിലുള്ള ആരെങ്കിലും കരഞ്ഞായിരുന്നു? ഒന്ന് പറയണേ. അപ്പൊ നമ്മുടെ വിഷയത്തിലേക്ക് വരാം. MC കാക്ക നേതാ നോക്കിക്കോ. എന്താണ് അബ്ദുൽ നാസറിന് ഞങ്ങൾ പിന്നെയും കൊടുത്ത മറുപടി ഇതാണ് കേട്ടോ. ശ്രീ MC അബ്ദുൽ നാസർ അറിയുന്നത് താങ്കൾ അയച്ച മറുപടിയിൽ ചോദിച്ചു, കത്തിന്റെ തുടക്കത്തിൽ തന്നെ സാക്ഷി അപ്പോളജസ്റ്റുകൾക്ക് എന്ന താങ്കളുടെ സംബോധന കണ്ടു. അപ്പോളജറ്റിക്സ് എന്നോ അപ്പോളജിസ്റ്റുകൾ എന്നോ പോലും അക്ഷരത്തെറ്റില്ലാതെ എഴുതാൻ അറിയാത്ത താങ്കളാണോ പ്രമാണങ്ങൾ വെച്ച് സംവാദം ചെയ്യാൻ വരുന്നതെന്ന് ഓർക്കുമ്പോൾ ശരിക്കും സഹതാപം തോന്നും. പോരാത്തതിന് ഫുൾ സ്റ്റോപ്പും കോമയും ഇല്ലാതെ എവിടെ തുടങ്ങുന്നു എവിടെ അവസാനിക്കുന്നു എന്ന് മനസ്സിലാകാത്ത ആ മഹാകാവ്യം ഒറ്റ ശ്വാസത്തിൽ വായിച്ചു തീർക്കാൻ ഞങ്ങൾ ശരിക്കും പാടുപെട്ടു. സംവാദത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും തടിയൂരാൻ വേണ്ടി താങ്കൾ കാണിക്കുന്ന ഈ വില കുറഞ്ഞ ഉഡായിപ്പ് പരിപാടികൾ ആ കത്തിൽ നിന്ന് തന്നെ വളരെ വ്യക്തം. താങ്കളുടെ കത്തിലെ ചില അത്ഭുത പ്രയോഗങ്ങളും വിവരക്കേടുകൾക്കുമുള്ള ഞങ്ങളുടെ മറുപടി താങ്കൾ നൽകുന്നു. സുവിശേഷത്തിലെ ദാവീദ് പുത്രൻ എന്ന വളച്ചൊടിക്കൽ. സുവിശേഷം തുടങ്ങുന്നത് ദാവീദ് പുത്രൻ എന്നാണ് യേശുവിനെ പറയുന്നത് എന്ന താങ്കളുടെ വാദം തികഞ്ഞ വിവരക്കേടോ അതോ ബോധപൂർവമുള്ള ഉഡായിപ്പമാണ്? ആദ്യം എഴുതപ്പെട്ട സുവിശേഷമായ മർക്കോസ് സുവിശേഷം തുടങ്ങുന്നത് തന്നെ ദൈവപുത്രനായ യേശു ക്രിസ്തുവിന്റെ സുവിശേഷത്തിന്റെ ആരംഭം എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇതിനെയാണ് താങ്കൾ സമർത്ഥമായി വളച്ചൊടിക്കാൻ ശ്രമിക്കുന്നത്. താങ്കളുടെ ഈ വളച്ചൊടിക്കൽ ഞങ്ങളുടെ അടുത്ത് ചെലവാകില്ലെന്ന് ആദ്യമേ മനസ്സിലാക്കുക. സൗലാണല്ലോ പൗലോസ് ആയത്. അദ്ദേഹത്തിന് ലേഖനങ്ങളിൽ നൽകുന്ന പേരെന്താണോ അത് ഞാൻ പറയുന്നതാണ് എന്ന ശ്രീ അബ്ദുൽ നാസറിന്റെ അതേ വാദപ്രകാരം മിസ്റ്റർ മുഹമ്മദിനെ കുറിച്ച് ഹദീസുകളിലുള്ള വിശേഷണങ്ങൾ ഞങ്ങളും പറയുന്നതാണ്. അതിന് ഞങ്ങൾക്ക് യാതൊരു പ്രയാസവുമില്ല. അസൗത്തിന്റെ തോട്ടത്തിൽ വെച്ച് അൽജൗനിന്റെ പുത്രി മിസ്റ്റർ മുഹമ്മദിനെ വിളിച്ച പേര് സംവാദവേദിയിലും കത്തിടപാടുകളിലും ഞങ്ങളും വിളിക്കും. താങ്കളുടെ വാദപ്രകാരം അതിൽ യാതൊരു പ്രശ്നവും താങ്കൾക്കുണ്ടാകുകയില്ല എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. യേശുക്രിസ്തുവിനെയും പൗലോസ് അപ്പോസ്തലനെയും കുറിച്ച് ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ താങ്കളുടെ സൗകര്യത്തിനനുസരിച്ച് ട്വിസ്റ്റ് ചെയ്യുകയാണ്. താങ്കൾ അവരെ വിശ്വാസപരമായി അംഗീകരിക്കുന്നോ ഇല്ലയോ എന്നതല്ല ഇവിടുത്തെ വിഷയം. താങ്കൾ ഞങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ച അതേ നിർബന്ധ ബുദ്ധി മുഹമ്മദ് നബി എന്ന പ്രയോഗം ഞങ്ങൾ തിരച്ചു കാണിച്ചാൽ താങ്കൾക്ക് അത് അംഗീകരിക്കാൻ സാധിക്കുമോ എന്നത് മാത്രമാണ് ഞങ്ങൾ ചോദിച്ചത്. ഞങ്ങളുടെ നിബന്ധനകൾ അംഗീകരിക്കാൻ താങ്കൾക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ ആ വിഷയത്തിൽ കൂടുതൽ ചർച്ച വേണ്ടല്ലോ. മുഹമ്മദിനെ ഞങ്ങൾ നബിയായി അംഗീകരിക്കാത്തത് കൊണ്ട് മുഹമ്മദ് നബി എന്ന സംവാദവേദിയിലോ കരാറിലോ ഉപയോഗിക്കാൻ ഞങ്ങൾക്ക് സാധിക്കില്ല. അത് ശ്രീ മുഹമ്മദ് അല്ലെങ്കിൽ മിസ്റ്റർ മുഹമ്മദ് എന്ന് തന്നെ ആയിരിക്കും. ജോസഫ് മാഷിനെ എവിടെയാണ് കൊണ്ടുപോയി വിൽക്കേണ്ടത്? എന്ത് ചെയ്യാം? ശ്രീമാൻ മുഹമ്മദിനെ കുറിച്ച് ചർച്ചയ്ക്ക് ജോസഫ് മാഷിനെ വിൽക്കൂ എന്ന താങ്കളുടെ വാചകം വായിച്ച് ഞങ്ങൾ ശരിക്കും ഞെട്ടിപ്പോ. ഇതെന്ത് മാൻ ആണ്? പുള്ളിമാനാണോ അതോ കലമാനാണോ? ശ്രീമാൻ മുഹമ്മദ് എന്നൊരു പുതിയ അവതാരത്തെ കുറിച്ച് ഞങ്ങൾ ഇതുവരെ കേട്ടിട്ടില്ല, ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. ഇനി ഈ ചർച്ചയ്ക്കായി ജോസഫ് മാഷിനെ വിൽക്കൂ എന്നാണ് താങ്കൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ജോസഫ് മാഷിനെ ഞങ്ങൾ എവിടെ കൊണ്ടുപോയാണ് വിൽക്കേണ്ടത്?
എന്ത് വിലയാണ് താങ്കൾ ഉദ്ദേശിക്കുന്നതെന്ന് വ്യക്തമാക്കാം. വിളിക്കൂ എന്ന് അക്ഷരത്തെറ്റില്ലാതെ എഴുതാൻ പോലും അറിയാതെ വിക്കു എന്ന് എഴുതി വെച്ച താങ്കളാണോ അക്കാദമിക സംവാദത്തിന് വരുന്നത്? അടുത്തത്, ആരാണ് ഈ ജാമിദ? ഇജ്മാ ഖിയാസ് ആരെഴുതിയ ഗ്രന്ഥമാണ് നിങ്ങൾക്ക് സ്വീകാര്യം? അത് അറിഞ്ഞിട്ട് അത്തെക്കുറിച്ച് പറയാം. ജാമിദയോട് നിങ്ങൾ ചോദിച്ചാൽ പറയും എന്ന് താങ്കൾ എഴുതിയിരിക്കുന്നു. ഇതിലെന്താണ് താങ്കൾ ഉദ്ദേശിച്ചതെന്ന് താങ്കൾക്കെങ്കിലും വല്ല ബോധമുണ്ടോ? ആരാണ് ഈ ജാമിദ? ഇഷ്ടം പോലെ ജാമിദമാർ കേരളത്തിലുണ്ട്. അതിൽ ഏത് ജാമിദയാണ് താങ്കൾ ഉദ്ദേശിച്ചത്? ഞങ്ങളും താങ്കളും തമ്മിലുള്ള ഈ സംവാദ കരാറിൽ ജാമിദക്ക് എന്ത് റോൾ? താങ്കൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് താങ്കൾ തന്നെ പറയണം. അതിന് ഞങ്ങൾ എന്തിനാണ് വഴിയിൽ പോകുന്ന ഏതെങ്കിലും ജാമിദയോട് പോയി ചോദിക്കുന്നത്? അതോ സ്വന്തമായി വിവരമില്ലാത്തതുകൊണ്ട് മറ്റാരെങ്കിലും പറഞ്ഞു തന്നാലേ താങ്കൾക്ക് എന്തെങ്കിലും പ്രതികരിക്കാൻ കഴിയൂ എന്നാണോ? ചുരുക്കത്തിൽ 4 വരി അക്ഷരത്തെറ്റില്ലാതെ വ്യാകരണ ശുദ്ധിയോട് എഴുതാൻ പോലും അറിയാത്ത താങ്കൾ സംവാദം എന്ന് പറഞ്ഞ് വരുന്നത് തന്നെ വലിയൊരു അപഹാസ്യതയാണ്. ഇനിയും ഇത്തരം അബദ്ധങ്ങൾ എഴുതിവിട്ട് സ്വയം പരിഹാസ്യനാകാതെ യഥാർത്ഥത്തിൽ സംവാദത്തിന് തയ്യാറെങ്കിൽ താങ്കൾ വെച്ച കൃത്യമായ നിബന്ധനകൾ അംഗീകരിച്ച് കരാർ ഒപ്പിടാൻ തയ്യാറാകുക. മറുപടിയിൽ വീണ്ടും മാൻ ഇറങ്ങാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ. വിശ്വസ്തയുടെ സാക്ഷി അപ്രോച്ച് നെറ്റ്വർക്ക് ഇന്ത്യ. കേട്ടല്ലോ, കണ്ടല്ലോ, ഇതാണ് ഞങ്ങൾ തിരിച്ചു കൊടുത്ത മറുപടി. ഇനിയാണ് ടിസ്റ്റ് തുടങ്ങുന്നത്. ടിസ്റ്റ് അബ്ദുൽ നാസർ മീരാന്റെ ടിസ്റ്റ് തുടങ്ങാൻ പോവാണ് കേട്ടോ. ശ്രദ്ധിച്ചു കേട്ടോടെ. ഇനി അബ്ദുൽ നാസർ മീരാൻ കളം മാറ്റി ചവിട്ടാൻ പോവുകയാണ്. അപ്പൊ ആദ്യത്തെ വീഡിയോയിൽ എന്താ പറഞ്ഞത്? മുഹമ്മദ് നബി എന്ന് പറഞ്ഞ വിഷയത്തെ തെറ്റി പിന്നെന്തിനാണ് ചർച്ച? ഞാൻ എന്തിനാണ് തിരുവനന്തപുരം പോണ്ടത് അല്ലേ? ഇനിയും കേട്ടോണം. അതിന് നാസർ എന്ന മറുപടി നോക്കണം. എന്തായാലും അക്ഷരത്തെറ്റും കുത്തും കോമയില്ലാതെ എന്റെ കുറിപ്പ് മനസ്സിലായിരുന്നു. സംവാദ കരാർ തീരുമാനിക്കുന്നതിന് നമുക്കിരുന്ന് ചർച്ച ചെയ്ത് തീരുമാനിക്കാം. ഒരുക്കമാണെങ്കിൽ പറയൂ, സ്ഥലം തീരുമാനിക്കാം. വലിച്ചുവാരി എറിയുന്നതിന് മറുപടി കുറിച്ചു കൊണ്ടിരിക്കാൻ എനിക്ക് നേരമില്ല. ഒരക്ഷരം വിട്ടുപോയതിന് ആഘോഷമാക്കുന്ന കുഞ്ഞാടുകളോട് സഹതിപ്പിക്കാനല്ലാതെ എന്ത് സംവാദ കരാർ? ചർച്ച ചെയ്ത് തീരുമാനിക്കാം. സംവാദ കരാർ ചർച്ച ചെയ്ത് തീരുമാനിക്കാം. തയ്യാറാണെങ്കിലും മുഹമ്മദ് നബി എന്ന പേര് ഒഴിവാക്കാൻ സാധ്യമല്ല. പൗലോസിനെ ലേഖനങ്ങളിൽ പൊതുവെ എങ്ങനെ അറിയപ്പെടുന്നുവോ അത് പ്രോഗ്രാമിൽ ഞാൻ സ്വീകരിക്കും. അതുപോലെ ഞങ്ങളുടെ നബിയെ കേവലം മുഹമ്മദ് എന്ന് പ്രോഗ്രാമിൽ പാടില്ല. വിമർശനം എന്ത് വേണമെങ്കിലും പ്രമാണങ്ങൾ ഉദ്ധരിച്ച് ആകാമല്ലോ. 27-ാം തീയതി. എന്തൊരു മെണപ്പായിരുന്നു. ഇപ്പൊ പോയ വഴിക്ക് പുല്ലില്ല. അബ്ദുൽ നാസറിന്റെ കള്ളത്തര ഇതിന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ആരാണ് ഇരുന്ന് ചർച്ച ചെയ്ത് തീരുമാനിക്കാം, ഒരുക്കമാണെങ്കിൽ പറയൂ, സ്ഥലം തീരുമാനിക്കാം എന്നും പറഞ്ഞുകൊണ്ട് വന്നത്? നിങ്ങൾ കഴിഞ്ഞ വീഡിയോയും ഈ വീഡിയോയും കൂടെ തീരുമാനിച്ചു. നോക്കിക്കോ. സംവാദ കരാർ തീരുമാനിക്കുന്നതിന് നമുക്കിരുന്ന് ചർച്ച ചെയ്ത് തീരുമാനിക്കാമെന്നും പറഞ്ഞുകൊണ്ട് ആരാ ഇത് തുടക്കം വിട്ടത്? ഇരുന്ന് ചർച്ച ചെയ്യാൻ എന്താ ഇരിക്കാൻ വല്ല ബുദ്ധിമുട്ടുണ്ടോ? വല്ല കുരു വല്ലതും ഉണ്ടോ അവിടെ? വിളിച്ചപ്പോഴത്തേനും ഞങ്ങള് ഇവിടുന്ന് യാത്ര ചെയ്ത് തിരുവനന്തപുരത്ത് വന്ന് റൂമും ബുക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും എന്താ കുരു വല്ലതും ഇറങ്ങി വന്ന ഇരിക്കാൻ പറ്റാതിരിക്കാൻ? ഇത്രയും കഴിഞ്ഞപ്പോഴത്തേനും അടുത്താണ്. ഇത് തന്നെയല്ലേ MC-യുടെയിലും കിടക്കുന്നേ. അല്ല ഞാൻ ഇടയ്ക്കൊന്നും എഡിറ്റ് ചെയ്തിട്ടില്ല കേട്ടോ. MC കള്ളത്തരത്തിന് കൂട്ടിന്ന് ജീവിച്ചു പോയി. അതുകൊണ്ടാണ് MC 85 വരെ സത്യത്തിന്റെ പാതയിൽ പോയിക്കൊണ്ട് 85 കഴിഞ്ഞപ്പോഴത്തേനും അങ്ങോട്ട് പറഞ്ഞില്ല. അതാ കള്ളത്തരത്തിന് കൂട്ടിന്ന് ജീവിച്ചു. അതുകൊണ്ട് ഇങ്ങനെ ഗതികെട്ട പരിപാടി കാണിച്ചുകൊണ്ടിരിക്കുന്നത്. നിന്നെ പോലെ ഗതികെട്ട പണി കാണിച്ചു ജീവിക്കുന്നത് അതുകൊണ്ടാണ്. കാര്യം മനസ്സിലായി MC-ക്ക്? പിന്നെ സംവാദ കരാറിന്റെ ഫോർമാറ്റിൽ നല്ല മാന്യമായ മറുപടി കൊടുത്തു. പിന്നെ എടാ പോടാ വാടാന്നൊക്കെ ഉണ്ട് വിളി വന്നത്. ഇങ്ങോട്ട് വിളിച്ചുകൊണ്ടാണ് തിരിച്ചങ്ങോട്ടും വന്നത്. ഞാൻ എന്തൊക്കെ MC-ക്കൊന്നും അടിമയല്ല. അതുകൂടെ മനസ്സിലായിരിക്കും. എന്തൊക്കെയാണ് ഒരു ദിവസം മരിക്കും. അതിലൊന്നും ഒരു പേടിയില്ല. അതുകൊണ്ട് MC-യുടെ ആ തിട്ടൂര പരിപാടി ഉണ്ടല്ലോ, അതങ്ങ് കൈ വെച്ചാൽ മതി. ആങ്കർ ആയിട്ട് പോയ ആളുണ്ടല്ലോ, പുള്ളിക്കാണെങ്കിൽ ഡീറ്റെയിൽ മുഴുവൻ അയച്ചു കൊടുത്തേ. പറയാണ് ഈസാ നബി എന്ന് പറയാൻ കൂടെ യേശു ക്രിസ്തു ആണ്. ഞാൻ അങ്ങനെ പറഞ്ഞ ഞാൻ ഇസ്ലാമിന് പുറത്താണ്. പിന്നെ എന്തായിരുന്നു നീ പറഞ്ഞത്? ഇത് മുഹമ്മദിനെ പറ്റിയാ പറഞ്ഞതെന്നുണ്ടെങ്കിൽ ഓക്കെ, ഒരു കുഴപ്പമില്ല. മുഹമ്മദിനെ പറ്റിയാ പറഞ്ഞതെന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല. എനിക്ക് ഇങ്ങോട്ട് ഫസ്റ്റിലെ വന്നതാണിത്. ഈ MC-ക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യാൻ വരുന്ന കാക്കാമാർ ഇത് കേട്ടിട്ട് വേണം നിങ്ങൾ കമന്റ് എഴുതിയിടാൻ.
കേട്ടോ. അല്ലാതെ ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിന്റെ ന്യൂനതകളെ മറച്ചു വെക്കണം എന്ന് പറഞ്ഞ ആ പരിപാടി ഉണ്ടല്ലോ, ആ കാട്ടുപിശാച് പരിപാടി, അതിലല്ല കാണിക്കേണ്ടത്. സാമാന്യ ബോധത്തോടെ ചിന്തിച്ചിട്ട് വേണം കമന്റ് ബോക്സിൽ വരെ എഴുതിയിടാം. മനസ്സിലായ? അപ്പൊ ആരാണ് ഇരുന്ന് തീരുമാനിക്കാന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞത്? അപ്പൊ പൗലോസിനെ എന്ത് പറയുന്നോ ലേഖനം അത് തന്നെ പറയുമ്പോ നിങ്ങളുടെ ഹദീസുകളുള്ളത് ഞങ്ങൾക്ക് പറയാന്നേ. അത് മാത്രമാണോ സൗത്തിന്റെ ആ പുത്രി വിളിച്ചത് മാത്രമാണോ? അല്ല വേറെ പലതുമുണ്ട്. അത് വിളിക്കുമെന്നുള്ള പേടി കാരണമാണ് വരാത്തത്. ഇല്ലെന്നുണ്ടെങ്കിൽ MC ഡിബേറ്റിന് വരും. MC അറിയാം ഹദീസുകൾ എടുത്തിട്ട് ഖുറാനും എടുത്തിട്ട് മുഹമ്മദിനെ ഏത് വഴിക്കാക്കുമെന്ന് MC പേടിയുണ്ട്. അങ്ങനെ MC ഞങ്ങളുടെ മുമ്പിൽ വന്നു കഴിഞ്ഞാൽ ഇസ്ലാമിക ലോകം MC എടുത്തിട്ട് പന്ത് കിട്ടും. അത് ഞങ്ങൾക്കറിയാം. ആ ഒരു പേടി കാരണം പല കള്ളത്തരവും പറഞ്ഞ് MC അബ്ദുൽ നാസർ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നു ഞങ്ങൾക്കറിയാം. അതാണ് പേടി, അത്രേ ഉള്ളൂ. പൗലോസ് എന്ന് കേട്ട അള്ളാഹു വരെ കിടുകിടാന്ന് പറക്കി എന്റെ MC അബ്ദുൽ നാസറെ. അപ്പൊ ഇനി ഞാൻ തിരിച്ചു മറുപടി കൊടുത്തത് ഇതാണ്. എന്തായാലും വേണപ്പ നിന്റെ പ്രവാചകൻ മുഹമ്മദിനെ പറ്റിയാണോടാ നീ പറഞ്ഞത്? അപ്പൊ പൗലോസിനെ പറ്റി മാറി മാറി പെണ്ണുങ്ങളെയും കൊണ്ടു കിടന്ന പൗലോയെ നിനക്കറിയാമോ? ഇല്ലെങ്കിൽ വെല്ലുവിളിച്ച സംഭവത്തിന് വാടാ കുഞ്ഞെ പറഞ്ഞു തരാം. നിന്റെ ഒന്നും വർഗത്തിൽ ഒരുത്തനും ജനിച്ചിട്ടില്ല ഈ വിഷയം സംവദിക്കാൻ. ഇതിന് ഞാനൊരു മറുപടി കൊടുത്തിട്ടുണ്ട്. അത് MC ധൈര്യം ഉണ്ടെങ്കിൽ ഒന്ന് പുറത്തേക്ക് വിടട്ടെ. അല്ലേ MC? നാണം കെട്ടുപോയൊരു മറുപടി ഞാൻ തന്നിട്ടില്ലേ? അപ്പം പൗലോസിനെ പറ്റി ഓക്കെ ഇപ്പൊ മനസ്സിലായോ? മനസ്സിലുള്ളത് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കും. അത് കഴിഞ്ഞപ്പോഴത്തേനും നല്ല രീതിയിൽ അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേനും MC സ്ഥിരം ആൾക്കാരുടെ പരിപാടിയാണ്. എന്നെ മോശമായി പരാമർശിച്ചപ്പോഴല്ലാതെ നിന്നെ ഞാനൊന്നും പറഞ്ഞിട്ടില്ല. തുടക്കം മുതലുള്ള നിന്റെ കമന്റുകൾ പരിശോധിച്ചാൽ അത് വ്യക്തമാകും. എങ്കിലും നിന്നോട് ഈ വിഷയത്തിൽ സംവദിക്കാൻ പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ ഞാൻ ഒരുക്കമാണ്. ഇപ്പോൾ ചർച്ചയ്ക്ക് വിളിച്ചത് നിങ്ങളുടെ ചർച്ചിലേക്കാണ്. അതിന് ബുദ്ധിമുട്ടുണ്ട് എന്ന് അറിയിക്കട്ടെ. പൊതുജനങ്ങൾക്ക് 6-8 പേർക്ക് ഇന്ന് ചർച്ച ചെയ്യാൻ ലോഡ്ജ് റൂമുകൾ TV എന്ന് വെച്ചാൽ തിരുവനന്തപുരത്ത് സിറ്റിയിൽ ധാരാളം ഉണ്ടല്ലോ. ശാലൻ ടവറിലേക്കാണ് വിളിച്ചത്, തിരുവനന്തപുരം. അപ്പൊ അവിടെ വരാൻ പുള്ളിക്ക് ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞുകൊണ്ട് പുള്ളി ആ ബുദ്ധിമുട്ട് അറിയിച്ചുകൊണ്ട് എഴുതിയിട്ടതാണ് നിങ്ങളിപ്പോ ഈ കണ്ടത്. ഇപ്പൊ ഞാൻ തിരിച്ച് മറുപടി കൊടുത്തു. നോക്കിയിട്ട് പറയാം ലോഡ്ജ് റൂമുകൾ. എന്നെ പറയുന്ന പോലെ ഞാൻ പറയും. നീ ഓടിയിട്ട് നിന്റെ പുറകെ ഞാൻ വരുന്നത് ഇത് നടക്കണമെന്ന് 100% കരുതുന്നത് കൊണ്ടാണ്. അപ്പൊ 100% അബ്ദുൽ നാസർ ഓക്കെ ആണേ. അപ്പൊ ഞാൻ തിരിച്ചു മറുപടി കൊടുത്തു. നീ കാട്ടിലൂടെ ഓടിയാലും ചെളിയിലൂടെ ഓടിയാലും നിന്നെ ഞാൻ ഓടിച്ചിട്ട് പിടിക്കുന്നത് ഈ സംവാദം 100-150% നടക്കണം എന്ന് ഉള്ളത് കൊണ്ടാണ്. കാരണം നീ വെറും കീടം. ഞാൻ ഇപ്പോഴും പറഞ്ഞു MC അബ്ദുൽ നാസർ മുഹമ്മദിന്റെ ധാർമ്മികത പൗലോസപ്പസിന്റെ ധാർമ്മികതയ്ക്ക് എന്റെ മുമ്പിൽ വന്നു കഴിഞ്ഞാൽ നാസറെ നീ വെറും കീടമായി പോകും. അത്രേ ഉള്ളൂ. വെറും കീടം. വെറും കീടം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെള്ളിനെ പോലും അടിച്ചുകളയുന്ന പോലെ തട്ടുകളെ കേട്ടല്ല. ആ ഭയം ഉള്ളത് കൊണ്ടാണ് മുസ്ലിങ്ങൾ പോലും MC അബ്ദുൽ നാസറിനെ ഞാനുമായിട്ട് ഒരു ഡിബേറ്റിന് ഡിബേറ്റിന് വിടാത്തത്. മുസ്ലിങ്ങളെല്ലാവരുടെ MC അബ്ദുൽ നാസറിനെ ഇങ്ങനെ പിടിച്ചു വെച്ചിരിക്കുക. നാസർക്ക പോകല്ലേ, നമ്മുടെ മമ്മത് ഭിത്തിയെ കയറും. ആ ഒരു പേടി കാരണമാണ്. ശരിയല്ലേ? ഇത്രേ ഉള്ളൂ. ഇനി അടുത്തത്. അപ്പോൾ 29-ാം തീയതി വാട്സപ്പില് അപ്പൊ മെസ്സഞ്ചർ പരിപാടിയൊക്കെ നിർത്തി പുള്ളി. 28 മാർച്ചിന് 6:53 പിന്നെ മെസ്സഞ്ചർ വിട്ട് കഴിഞ്ഞിട്ട് നേരെ വാട്സപ്പിലേക്ക് ഒന്ന് 29 ഓഡിയോ ഒന്ന് ഉറപ്പിക്കാമല്ലോ. അപ്പൊ ഞാൻ തിരിച്ചു അതെങ്ങനെയാണോ നിന്നെ പറപ്പിക്കാൻ? ലോഡ്ജ് മുറി ഉടനെ തന്നെ ബുക്ക് ചെയ്യും. ഞങ്ങൾക്ക് ശകലം താമസം ഒന്നുമില്ല. അപ്പൊ 30-ാം തീയതി അടുത്ത് ഒരു ലോഡ്ജിൽ മുറി എടുക്കാൻ ഇത്രയും ദിവസം. അപ്പൊ തന്നെ നമ്മൾ ഇട്ട് കൊടുത്തില്ലേ? 9:34 ഇങ്ങോട്ടൊരു മെസ്സേജ് വന്ന് 4:33 കൊടുത്തു ലോഡ്ജ്. 8/4/2026 സംവാദ കരാർ തീരുമാനിക്കാനുള്ള സ്ഥലം. ഓക്കെ. ഇപ്പോഴും അബ്ദുൽ നാസർ പറഞ്ഞുകൊണ്ട് നടക്കുന്നത് എന്താ അറിയോ? നാസർ പറഞ്ഞു നടക്കുന്ന ഇതാണ്, വിഷയം ഏതാന്ന് തീരുമാനമായിട്ടില്ല. പിന്നെ എങ്ങനെയാണ് ഈ തിരുവനന്തപുരത്ത് ഞാൻ ചെല്ലുന്നത്? വിഷയം ഏതാന്ന് തീരുമാനമാക്കാതെയാണോ നീ തന്നെ പറഞ്ഞ് ഇരുന്ന് നമുക്ക് ചർച്ച ചെയ്യാം എന്നും പറഞ്ഞുകൊണ്ട് TVME റൂം എടുക്കാൻ പറഞ്ഞത്? കഴിഞ്ഞ എപ്പിസോഡ് ഞാൻ ചെയ്തിരിക്കുന്ന വീഡിയോ നോക്കി അതിൻ്റെ അകത്ത് തന്നെ പുള്ളി ഓക്കെ എന്ന് പറയുന്നുണ്ട്. എന്തുവാ? മുഹമ്മദിന്റെ ധാർമ്മികത, പൗലോസിന്റെ ധാർമ്മികത ഓക്കെ അല്ലേ? അതിന്റെ താഴെ ഓക്കെ എന്ന് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ചോദിക്കുന്നു, നീ തന്നെയാണോ സംവാദകൻ എന്നും ഞാൻ ചോദിക്കുന്നുണ്ട്. ഇതെല്ലാം ചോദിച്ചിട്ട് ഇത്ര അങ്ങോട്ട് പറയാം,
ഞാൻ ഇങ്ങനെ അങ്ങോട്ട് ചെല്ലുന്നത് ഇത് എന്ത് വിഷയം എന്താന്ന് തീരുമാനമായിട്ടില്ലല്ലോ. ഇപ്പൊ മനസ്സിലായോ ലോക കള്ളനാണെന്ന്. ആരാണ് പറഞ്ഞത് TVM റൂം എടുക്കാൻ? ഞങ്ങളാണോ? അല്ല. TVM സിറ്റിയിൽ ധാരാളം റൂം ഉണ്ടല്ലോ എന്ന് പറഞ്ഞ MC അബ്ദുൽ നാസറാണ്. അതിന് മുമ്പേ പറഞ്ഞു എന്ത്, നമുക്കെല്ലാവരും ഇരുന്ന് വലിച്ചുവാരി എഴുതുന്നതിനോടൊന്നും താല്പര്യമില്ല, ഇരുന്ന് ചർച്ച ചെയ്ത് തീരുമാനിക്കുക ഒരുക്കമാണെങ്കിൽ. അപ്പൊ ഒരുക്കമായതുകൊണ്ടല്ലേ നാസറെ ഞങ്ങൾ അവിടെ വന്നത്. അപ്പൊ ആരാ ഓടിയത്? കള്ളത്തരത്തിന് കൈയും കാലും വെച്ചിട്ട് അബ്ദുൽ നാസർ എന്നുള്ള പേര് വിട്ട് പൂശാന്താടിയും വളർത്തിക്കൊണ്ട് നടന്നിട്ട് കാര്യമില്ല നാസറെ. ആണുങ്ങളായ പറഞ്ഞതിന് വാക്ക് പാലിച്ച് ജീവിക്കണം, മനസ്സിലായ? അല്ലാതെ മുസ്ലിം ആയെന്നും പറഞ്ഞുകൊണ്ട് പിന്നെ ഉത്തമ മാതൃക ഉള്ളവന്റെ പിന്നാലെയല്ലേ നിങ്ങൾക്ക് യാത്ര ചെയ്യാൻ പറ്റും. ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? പിന്നെ MC അബ്ദുൽ നാസർ എന്റെ പേരിൽ ഒരു സംഭവം, ഇത്രയും സംഭവം നടത്തിയിട്ട് MC അബ്ദുൽ നാസറിന് ആ ഒരു നാണവും മാനവും ഇല്ലാത്ത ഒരു ജന്മമാണെന്ന് എനിക്ക് മനസ്സിലായി. അതെന്താണെന്ന് ഞാനിപ്പോ ഒന്ന് കാണിച്ചു തരാം. ഇതേ കണ്ടോ, MC അബ്ദുൽ നാസറെ 16 ഏപ്രിൽ ഒരു പരിപാടി ചെയ്തായിരുന്നു. നിങ്ങളിത് നോക്കണം കേട്ടോ. ഇതുപോലൊരു കള്ളൻ, നിന്നെ കള്ളൻ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, കള്ളൻ എന്നുള്ള പേര് കിട്ടി അകത്ത് കിടക്കുന്നത്. കായംകുളം കൊച്ചിന് മരിച്ചുപോയ കായംകുളം കൊച്ചിനുണ്ട്, പുള്ളിക്ക് ഒരു നാണക്കേടാണ്. ഇത് എഴുതിയിട്ടോ നോക്കിക്കോളൂ. ഇവനെ വിളിച്ചുകൊണ്ട് വരുന്ന ബിജു തിരുവല്ലയ്ക്കും സുബ്രഹ്മണ്യത്തിന് അനിൽ അയ്യപ്പനും സമ്മാനം തരുന്നതാണ്. MC മുഹമ്മദ് നബിയുടെ ധാർമ്മികത, പൗലോസിന്റെ ധാർമ്മികത സംവാദത്തിനുണ്ടോ എന്ന് വെല്ലുവിളിച്ച സാക്ഷിയുടെ കുഞ്ഞാടാണിത്. പൗലോസിന്റെ ധാർമ്മികതയുടെ പുസ്തകമാണ് പാർഷ ഏൽപ്പിക്കുന്നത്. ഇത് ഓർമ്മ വന്ന സാക്ഷിക്കാരനെ കാണാനില്ല. ഇനി എന്നോട് കളിക്കാൻ വരില്ലേ, അതിന് നിന്റെ കൂട്ടത്തിൽ ഒരുത്തനും ഇല്ല, കേട്ടോടാ മരേ കൂടെ. ആരെയും പറയുന്നത്? ലോകം അരവാഴയും പറയുന്നതെന്ന് ചിന്തിച്ചോണം കേട്ടോ. ഈ പുസ്തകം നീ എഴുതിയെങ്കിൽ, നിന്റെ അഭിപ്രായം അനുസരിച്ചാണ് ബിജു എന്ന് പറയുന്ന ആളെ എഴുതിയെന്നുണ്ടെങ്കിൽ, നാസറെ നിന്നെ ഞാൻ വെല്ലുവിളിക്കുകയാണ്. ഈ പുസ്തകം വെച്ച് ഡിബേറ്റിന് നീ തയ്യാറാണോ? ഞാൻ റെഡിയാ അജീഷ്, ഞാൻ റെഡിയാണ്. അള്ളാഹു ഏക ദൈവമാണെന്നും മുഹമ്മദ് അന്ത്യപ്രവാചകനാണെന്നും പൂർണ്ണമായി നീ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, ഈമാൻ കാര്യത്തിൽ ഇസ്ലാം കാര്യത്തിലും പരലോക ജീവിതത്തിലും പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്ന, ഇടത്തോട്ട് മുണ്ടെടുത്ത് ആ താടി വളർത്തിയിരിക്കുന്നത് മുഹമ്മദിന്റെ മാതൃകയ്ക്ക് തുല്യമാണെങ്കിൽ, നീ 5 നേരം നിസ്കരിക്കുന്ന മുഹമ്മദ് പറഞ്ഞിട്ടുള്ള മാതൃകയ്ക്ക് തുല്യമാണെങ്കിൽ, മുഹമ്മദ് ചെയ്ത് കാണിച്ച, നിങ്ങളുടെ അന്ത്യപ്രവാചകനായ നിങ്ങളുടെ മുഹമ്മദ് നബി ചെയ്ത് കാണിച്ച മാതൃക പ്രകാരമാണ് 5 നേരം നിസ്കരിക്കുന്നതെന്നുണ്ടെങ്കിൽ, ഖുറാൻ പൂർണ്ണവും ദൈവിക ഗ്രന്ഥമാണെന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, മുഹമ്മദ് പറഞ്ഞിട്ടുള്ള സ്വഹിഹായ ഹദീസുകൾ പൂർണ്ണമായും സത്യമാണെന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, MC അബ്ദുൽ നാസറെ ഞാൻ വെല്ലുവിളിക്കുകയാണ്. ആ പുസ്തകം വെച്ച് ഡിബേറ്റിന് ഞാൻ തയ്യാറാണ്. മുഹമ്മദിന്റെ ധാർമ്മികത, പൗലോസിന്റെ ധാർമ്മികത, ഞാൻ റെഡിയാണ്. മനസ്സിലായോ? ധൈര്യത്തോട് തന്നെയാണ് പറയുന്നത്. നീ അവിടെ ഇവിടെ ഇല്ല ഏഷണി പറഞ്ഞു നടക്കുന്ന ആൾക്കാരെ പോലെ പറഞ്ഞു നടക്കലുണ്ട്. ആണുങ്ങളെ പോലെ വാദേ ഡിബേറ്റില് ഞാൻ റെഡിയാണ്. മുഹമ്മദിന്റെ ധാർമ്മികത, പൗലോസിന്റെ ധാർമ്മികത, ഞാൻ പറഞ്ഞിരിക്കുന്നു. അള്ളാഹു ഏകദൈവമാണെന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, മുഹമ്മദ് നിങ്ങളുടെ അന്ത്യപ്രവാചകനാണെന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, മുഹമ്മദിൽ ഖുറാനിൽ പറഞ്ഞിരിക്കുന്ന പോലെ ഉത്തമ മാതൃകയുണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, MC അബ്ദുൽ നാസർ 5 നേരം നിസ്കരിക്കുന്ന ആളാണെങ്കിൽ, 5 നേരം നിസ്കാരവും ഈമാൻ കാര്യം, ഇസ്ലാം കാര്യം, പരലോക ജീവിതം മുഹമ്മദ് പഠിപ്പിച്ചെന്ന മാതൃകയിൽ ജീവിക്കുന്ന ആളാണെങ്കിൽ, ആ വെള്ളത്താടി നീട്ടി വളർത്തി മീശയുടെ കട്ടി കുറച്ചിരിക്കുന്നത് മുഹമ്മദ് പറഞ്ഞതും പ്രകാരമാണെങ്കിൽ, തിരുസുന്നത്തും പ്രകാരമാണ് ജീവിക്കുന്നുണ്ടെങ്കിൽ, MC അബ്ദുൽ നാസറിനെ ഞാൻ വിശുദ്ധ പൗലോസിന്റെ ധാർമ്മികത, മുഹമ്മദിന്റെ ധാർമ്മികത എന്ന വിഷയത്തിൽ ഡിബേറ്റിന് തയ്യാറാണ്. വിളിച്ചുകൊണ്ട് വരാനാ ബിജു പാസ്റ്ററും സുബ്രഹ്മണ്യനും അനിൽകുമാർ V അയ്യപ്പനും ഷിജുമോൻ തങ്കപ്പനും ഞങ്ങളെല്ലാരും നിന്നെക്കാളിലും ധൈര്യവും, നിന്നെക്കാളിലും ഞങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്തിന് സത്യസന്ധത പൂർണ്ണമായിട്ടുണ്ടെന്നും ഉറപ്പുള്ളത് കൊണ്ടാണ് ഞങ്ങൾ ഇവിടുന്ന് തിരുവനന്തപുരത്ത് കാറിലെത്തിയത്. മനസ്സിലായോ? ആ സമയത്ത് തിരുവനന്തപുരം ജില്ലയിൽ താമസിക്കുന്നത് ഈ പുതച്ചു മൂടിയവനെ പോലെ
പുതച്ചു മൂടിയവനില്ലേ? ആ, നിങ്ങളുടെ ഖുറാന്റെ അകത്തെ ഒരു അധ്യായമാണല്ലോ പുതച്ചു മൂടി. അതേപോലെ മൂടി കിടുകിടുകിടാന്ന് പറ ചിക്ര ഇക്ര മുക്ര ഇടാൻ പറ്റാതെ വീട്ടിൽ കിടന്നുകൊണ്ട് കരഞ്ഞത് അതുകൊണ്ടായിരിക്കുമല്ലോ വരാതിരുന്നത്. ശരിയല്ലേ? എന്തിനാ ഇങ്ങനെ നാണം കെട്ട് കിടക്കുന്നത്? ഇനി അത് പോട്ടെ. അപ്പൊ ഞാനൊരു പരിപാടി കൊടുത്തു. പരിപാടി എന്താ അറിയോ? ഇത്രേ ഉള്ളൂ. അനസ് നിവേദന അരളിത്തി സ്വന്തം പിതാവിനെക്കാളും സന്താനക്കാളും സ്വന്തം ജനങ്ങളെക്കാളും പ്രിയപ്പെട്ട ഞാനാണ്. അതാണ് ഇവരുടെ കൂടുതൽ. അപ്പൊ ഈ ഹദീസ് വിശ്വസിക്കുന്ന മുസ്ലിങ്ങൾ MC അബ്ദുൽ നാസറിനെ കൊണ്ടുവരിക എന്ന് പറഞ്ഞ് ഞാൻ പോസ്റ്റ്. അപ്പൊ എന്റെ അകത്ത് വന്നിട്ട് പുള്ളി അടിച്ച് അപ്പൊ പുള്ളിയുടെ പോസ്റ്റിൽ ഇട്ടിരിക്കുന്ന സംഭവം ഒന്ന് നോക്കിക്കോണേ. എന്നെ സംവാദത്തിന് വെല്ലുവിളിച്ചവൻ സംവാദത്തിന് ഞാൻ റെഡിയാണെന്ന് പറഞ്ഞ അന്ന് തുടങ്ങിയ ഓരോ ഉഡായിപ്പുകളാണ്. അതിൽ ഒന്നാണിത്. സംവാദത്തിന് വിളിച്ചവനെ കാണാതെ വന്നപ്പോൾ അനിലയ്യപ്പനോടും മറ്റും ഒരു പോസ്റ്റിലൂടെ ആവശ്യപ്പെട്ട് ഇവനെ കൊണ്ടുവരാൻ, അതിന് ബദലാണ് എന്നെ കൊണ്ടുവരൂ എന്ന് പറഞ്ഞുള്ള ഈ പോസ്റ്റ്. ശരി, ഞാൻ നേരിട്ട് വരാൻ റെഡിയാണ്. എവിടെ എപ്പോൾ വരണം? എന്റെ ഫോണിൽ വിളിക്കുക, നമ്പരും ഉണ്ട്. ഇവൻ ചെയ്യാൻ പോകുന്നത് ഇതുപോലെ ഒരറിയിപ്പും പോസ്റ്റ് വിടും. ഇവനാണ് എന്നെ സംവാദത്തിന് വിളിച്ചതെന്ന് ഈ ഊള മറന്നു. അല്ലയോ മരയൂളെ, അന്നെ എങ്ങനെ മറക്കാന്? കാരണം എന്റെ പേര് കാണുമ്പോഴും പൗലോസിന്റെ പേര് കാണുമ്പോഴും പുതപ്പിനടിയിൽ പുതച്ചു മൂടിക്കിടന്ന് കിട്ടുകിട്ടാന്ന് വിറയ്ക്കുന്നത് ഇന്നെ എങ്ങനെ ഞാൻ മറക്കാനാ? ഇപ്പൊ അള്ളാഹുവിനേക്കാളിലും മുൻകറിനേക്കാളിലും അക്കീറിനേക്കാളിലും ഖബർ ദണ്ഡനത്തെക്കാളും ഖബർ പരീക്ഷണം ഇതിനേക്കാളും അല്ല ഇപ്പം ഭയപ്പെടുന്നത് അപ്പോസ്തലനായ പൗലോസിനെയും എന്നെയാണെന്ന് എനിക്ക് ബോധ്യമായി. ഇല്ലാന്നുണ്ടെങ്കിൽ എന്നെ കാണുമ്പോഴത്തേന് എന്തിനാ നീ ഇങ്ങനെ ഈ പരക്കം പാഞ്ഞു ഓടുന്നേ? ഇത്ര നാണമില്ലേ? ഇത്രയും പ്രായമായില്ലേ? ഇത്രയും പ്രായമായില്ലേ? അപ്പൊ ഇനി അടുത്തത് നോക്കിക്കോണം. ഇവിടെ അടുത്തൊരു എണ്ണം വന്നിരിക്കുക കേട്ടോ. അപ്പൊ ഞാനൊരു പോസ്റ്റ് ഇട്ടപ്പോഴത്തേനും പറയാണ്, ഇവിടെ കിടന്ന് മെഴുകുന്ന മാന്യന്മാരോട് സംവാദ വിഷയം എന്താണെന്ന് ഒന്ന് പറയാമോ? ഞാൻ ഓടി എന്ന് പറയുന്നത് ഏത് വിഷയത്തിലാണ്? ഒരു മണിയൻ എന്ന പാസ്റ്റർ ഈ വിഷയത്തിൽ എന്നെ കണ്ട് സംസാരിച്ചത് അയാളുടെ യൂട്യൂബിലുണ്ട്. അതെങ്കിലും ഒന്ന് കണ്ടിട്ട് അഭിപ്രായം പറയാം. മുടന്തൻ ന്യായം പറഞ്ഞു എന്ന്. എന്താണ് ആ മുടന്തൻ ന്യായം? ഞാന് അവിടുന്ന് ഇങ്ങോട്ട് വന്നതാ, ബൈബിളും കൊണ്ട് വധിക്കാൻ വരാൻ കഴയ്ക്കും, പിന്നെ സോഷ്യൽ മീഡിയയിൽ കിടന്ന് കഴുതക്കാമം തീർക്കാൻ ചെയ്യുന്ന മാതിരിയാണ്. ആരാണ് ഇപ്പൊ കഴുതേനെ പോലെ കാട്ടുകഴുതേനെ പോലെ കിടന്ന് കരയുന്നതറിയാം? കാരണം കാട്ടുകഴുതയ്ക്ക് ഒത്തവനാണല്ലോ. അപ്പൊ കാട്ടുകഴുതയെ പോലെ കിടന്ന് കരയുന്ന ആരാ? അബ്ദുൽ നാസർ നീരാനാണ്. പിന്നെ സുഭാഷ് കുമാർ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹത്തിന്റെ പിതാവിന്റെ പേരാണ് മണിയൻ എന്നുള്ളത്. അല്ലേലും ഈ ചില ആൾക്കാർക്ക് ഒരു കാര്യമുണ്ട്, ഈ അപ്പനെ ചേർത്തേ വിളിക്കത്തുള്ളൂ. അദ്ദേഹത്തിന് ഒരു പേരുണ്ടെങ്കിലും മണിയൻ എന്നൊക്കെ പറഞ്ഞേ വിളിക്കത്തുള്ളൂ. അപ്പൊ തന്നെ ഇവന്റെ സംസ്കാരം മനസ്സിലായി. അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെന്നാണല്ലോ ഈ പുള്ളി ഇന്റർവ്യൂ നടത്തിയത്. അപ്പൊ സുഭാഷ് കുമാർ എന്ന് പറയുന്നതിനും അല്ലെ സുഭാഷ് എന്ന് പറഞ്ഞിരുന്നതിന് മണിയൻ എന്ന ഭാഷ, മണിയനല്ല ഭാഷ, സുഭാഷ് കുമാറാണ്. ഇപ്പൊ തന്നെ മനസ്സിലായല്ലോ ഇവനൊക്കെ ഇത്രേ ഉള്ളൂ, ഇത്രക്ക് വിവരം കെട്ടാൻ. എന്നെ കാണുമ്പോഴത്തേന് ആരും ജോസഫേന്ന് വിളിക്കാറില്ല, കാരണം അതെന്റെ അപ്പൻ്റെ അജീഷേന്ന് വിളിക്കും. എന്നാൽ എന്റെ കൂട്ടത്തിലുള്ള പല സഹോദരന്മാരെ കാണുമ്പോഴത്തേന് അവരുടെ അപ്പന്റെ പേര് പറഞ്ഞ് സംസാരിക്കത്തുള്ളൂ. അതൊരു മോശം ഇടപാട്. അദ്ദേഹത്തിന് എന്ത് പേരുണ്ടോ അതാണ് പറഞ്ഞ് വിളിച്ച് സംസാരിക്കേണ്ടത്. അതാണ് മാന്യത. മനസ്സിലായോ? ഇത് തന്നെയാണ് ഇവിടെയും കാണിച്ചിരിക്കുന്നത്. ഇനി വേറൊരു കാര്യം, ഈ ഞാനും MC-യുമായിട്ട് വാട്സപ്പിൽ ഇതിന് ശേഷം ചർച്ച നടന്നു. ഈ തിരുവനന്തപുരത്ത് വന്നിട്ട് പുതപ്പിനടിയിൽ നിന്ന് പുതപ്പൊക്കെ മാറ്റി മാളത്തിന്ന് എലി പുറത്തേക്ക് വരുന്നതൊക്കെ വന്ന് കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ പവർ കയറി. ആരൊക്കെയോ തഴകി കൊടുക്കാനുണ്ടായിരുന്നു, മറ്റേ അബ്ദുൽ വഹാബിനെ പോലൊക്കെ തഴകി കൊടുക്കാനുള്ളതുകൊണ്ട് പവർ കയറി വന്നതാണ്. അച്ഛൻ വന്നു കഴിഞ്ഞപ്പോഴത്തേനും കയ്യിൽ നിന്ന് പോയി എന്നെ പറയുമ്പോ ഞാൻ പറഞ്ഞു ചാച്ചി എന്നൊക്കെ പറഞ്ഞിട്ട് ഏതാണ്ട് പറഞ്ഞു. ഞാൻ പറയും ഒസാനെ പോയി ഒസാനേന്ന് വിളിച്ചു. ഒസാനെ നിന്നോട് എത്ര പ്രാവശ്യം പറയാം വിഷയം വിശുദ്ധ പൗലോസിന്റെ ധാർമ്മിക മുഹമ്മദിന്റെ ധാർമ്മിക എന്നാണ്. ഈ ഒസാൻ എന്നുള്ള വിളി കേട്ടപ്പോഴത്തേന് നാസറിന്റെ കുരു പൊട്ടി. നാസറിന്റെ കുരു പൊട്ടി കഴിഞ്ഞിട്ട് നാസർ ഒരു 3 വോയിസ് ഇങ്ങോട്ട് കിട്ടും. ഈ വോയിസ് നിങ്ങൾ കേൾക്കണം കേട്ടോ. ഈ വോയിസ് നിങ്ങൾ കേൾക്കണം. കേട്ടു. ഇവിടെ അവശ്യ ക്രിസ്ത്യാനി ഇല്ലടാ ഒസാനെ വിളിക്കാൻ കേട്ടോ.
ഇവിടെ ആരെങ്കിലും ഉണ്ടെങ്കിലും അവരാരും മതം മാറിയവരുമല്ല. അയ്യപ്പനെ പോലെ അവനൊക്കെ ഇപ്പോഴും അവശക്രിസ്ത്യാനിയല്ലേ നീയൊക്കെ പറയുന്നേ അല്ലെ? നിന്റെ കൂടെ അതിന്റെ കൂടെ ഉണ്ടോ തിരുവനന്തപുരത്ത് നല്ലൊരു ബിജു എന്ന് പറയുന്നത്, അവനൊക്കെ അവശക്രിസ്ത്യാനിയല്ലേ അയ്യപ്പനെ പോലെ? അവിടെയാ അതുള്ളത് കേട്ടോടാ. സംവാദത്തിന് ഉണ്ടാക്കാൻ ഉണ്ടോ എന്ന് വിളിച്ച് നടന്നിട്ട് ഇപ്പം ഓടി പോകാനായിട്ടുള്ള മാർഗം നോക്കുന്നു. ഇതൊക്കെ ഈ വോയിസ് എല്ലാം കൂടെ എടുത്തിട്ട് നീ ഒരു വീഡിയോ ചെയ്താൽ മതി. അതൊക്കെ MC അബ്ദുൽ നാസർ ഇങ്ങനെയൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞോണ്ട് കേട്ടോ. സംവാദത്തിന് വെല്ലുവിളിച്ചത് മുഹമ്മദ് നബിയുടെ ധാർമ്മികതയാണ്. മനസ്സിലായോ? നീ മുഹമ്മദ് ഒന്നുണ്ടാക്കിയാല് അത് ഇവിടെ സ്വീകരിക്കുകയില്ല എന്നുള്ളതാണ് ഞാൻ നിന്നെ എഴുതി അറിയിച്ചത്. നിന്റെ കൂട്ടത്തിൽ തന്തയ്ക്ക് പറഞ്ഞവന്മാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ മുഹമ്മദ് നബിയുടെ ധാർമ്മികത ചോദ്യം ചെയ്യാനോ സംസാരിക്കാനോ പൊതുവേദി സംസാരിക്കാന് ഉണ്ടെങ്കിൽ നീ കൊണ്ടുവരികയാണ് വേണ്ടത്. അങ്ങനെയാണ് നീ വന്ന് വെല്ലുവിളിച്ചത്. വെല്ലുവിളിച്ചിട്ട് ഇപ്പഴാണ് നീ മനസ്സിലായത്. നിന്റെ പൗലൂസ് ഉണ്ടല്ലോ, അവന്റെ മാർഗം ചെയ്തത് നിന്നെ എടുത്ത് കാണിച്ചു തരുമോ സംവാദ വേദി? മനസ്സിലായോ? നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ മുഹമ്മദ് നബിയുടെ ധാർമ്മികത സംസാരിക്കാൻ ധൈര്യം ഉണ്ടെങ്കിൽ നീ ഇറങ്ങി വാ കേട്ടോ. അതിലാദ്യത്തെ സംഭവം എന്താ അറിയോ? എന്തുവാ? അവശ ക്രിസ്ത്യാനി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചിലവരുടെ പേരൊക്കെ പറയും. ഇവരുടെ കൂട്ടത്തിൽ ആരും അവശ ഇസ്ലാമില്ല കേട്ടോ. എല്ലാം തീവ്രവാദികളായതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. കാരണം അങ്ങോട്ട് ചെല്ലുന്നു പൊട്ടുന്നു. ഇതൊക്കെ എന്താ പൊട്ടുന്ന ഒരു വിധത്തിൽ എല്ലാം അവശ തീവ്രവാദികൾ. അവശ ഇസ്ലാം ആരുമില്ല, അവശ തീവ്രവാദികൾ, മൊത്തം തീവ്രവാദികളായതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. MC അബ്ദുൽ നാസറിന്റെ സംവാദത്തിന് കൊണ്ടുവരുന്നവരെയൊക്കെ വേണമെങ്കിൽ നമുക്കൊന്ന് തീവ്രവാദ ലോകത്തൊന്ന് മാറ്റി നിർത്താം. ഡീസന്റ് മെമ്പേഴ്സ് ആണ്. ഇവനെ കൊണ്ടുവരൂല. കൊണ്ടുവന്ന ഇസ്ലാമിക ലോകത്തിന് നടക്കണുണ്ടാവുന്ന അവർക്ക് തന്നെ അറിയാം. അതുകൊണ്ടാണല്ലോ മുഹമ്മദ് ഈസയുടെ കൂട്ടത്തിലുള്ളവരും MC അബ്ദുൽ നാസർ പറഞ്ഞ വിഷയം തെറ്റാണെന്ന് അവർ സ്ഥാപിച്ചത്. അത് വേറെ വിഷയം. ഇപ്പൊ ഈ രണ്ടാമത്തെ വോയിസ് നിങ്ങൾ കേട്ടപ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായില്ലേ? ഈ വോയിസ് ഒക്കെ കൊണ്ട് കേൾപ്പിക്കട, ഒരു വീഡിയോ ഇറക്കടാന്ന്. എന്റെ കാര്യം ഇത്രയും ധൈര്യത്തിൽ പറഞ്ഞ ആള് ഇതേ ഡിലേറ്റ് ചെയ്ത് കളഞ്ഞു. ആ വീഡിയോസ്, ആ വോയിസുകൾ വീഡിയോ ഇറക്കാൻ പറഞ്ഞ ആളാ ഇതേ. ആശാൻ അത് ഡിലേറ്റ് ചെയ്തു. ഞാൻ 2 വോയിസ് കട്ടക്കിട്ടിട്ടുണ്ട്. അത് വേറൊരു കാര്യം. അത് മോശമൊന്നും പറഞ്ഞിട്ടില്ല. മുഹമ്മദിനെ പറ്റി അങ്ങോട്ട് ഒന്ന് വിശദീകരിച്ചു കൊടുത്തേ. എങ്ങനെയുണ്ട്? പിന്നെ ഈ അവശ ക്രിസ്ത്യാനികള് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വർത്താനം പറഞ്ഞല്ലോ. ഹിന്ദുവിൽ നിന്നും മതം മാറി ഇസ്ലാമിലേക്ക് ചെന്ന ഒരാളെ ഒരു ഇസ്ലാമിക പണ്ഡിതൻ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇല്ല എന്നുണ്ടെങ്കിൽ കേട്ടോ. MC അബ്ദുൽ നാസർ തന്നെയാണ് അത് ഈ ലോകം മുഴുവനും പരത്തിയത്. എങ്കിലും നിങ്ങളോട് ഒന്ന് കേട്ടു. ഇതാണ് കേട്ടു. എന്താ ഷിർക്ക് എന്ന് മനസ്സിലാക്കിയത്? ഇപ്പൊ ഷിർക്ക് പഠിപ്പിക്കാൻ വേണ്ടി ഹിന്ദുവിൽ നിന്ന് മുസ്ലിം അയക്കുകയാണ്. ആ പൊലയന്തൻ ആയാ പോരേനോ? ആ തേപിടിച്ച് തള്ളന്റെ മോനല്ലേ ഇപ്പൊ ഈ ഷിർക്ക് പഠിപ്പിക്കാൻ വന്നിക്ക. പാക്ക ചെറ്റ പേര് അബ്ദുറഹ്മാൻ സാഹബ മക്കോരയിൽ പോയി കള്ള വീഡിയോ എടുത്തിട്ട് ലോകത്തുള്ള മുസ്ലിങ്ങളെ മൊത്തം കാഫറാക്കുക. അച്ഛനേതോ കുടിയനുണ്ടായ മോനല്ലേ പിന്നെ എങ്ങനെയാ നന്നാവുക? ആ കള്ളുകുടിയനായ ഓന്റെ മോനല്ലേ? പിന്നെ എനിക്ക് ജീവിക്കാൻ മാർഗത്തിന് വേണ്ടിയിട്ട് മുസ്ലിം കേട്ടേ? എങ്ങനുണ്ട്? നാണമുണ്ട് MC? ഇത്രയും തെളിവുകൾ വെച്ചു. ഇനിയെങ്കിലും ഒന്ന് ഡിബേറ്റിന് വാ. നിങ്ങൾ ഏതാണ്ട് പുസ്തകം എഴുതി മല മറിച്ച് ഇതൊന്നും ഞങ്ങൾക്കിതേ ഇങ്ങനെയാണ്. കാരണം ഞങ്ങൾ പറയുന്ന വിശുദ്ധ പൗലോസിന്റെ മുമ്പിൽ, പൗലോസിന്റെ ധാർമ്മികതയുടെ മുമ്പിൽ, പൗലോസ് ഊരിയിട്ട ചെരുപ്പിന്റെ അടുത്ത് പോലും നിൽക്കാനുള്ള യോഗ്യത നിങ്ങളുടെ അബ്ദുൽ നാസറിന്റെ പ്രവാചകനായ മുഹമ്മദിനില്ല. ഉണ്ടെന്ന് എവിടെയെങ്കിലും ഒരു ബോധ്യം ഉണ്ടെങ്കിൽ ഡിബേറ്റിന് വാ. ഞാൻ തയ്യാറാണെന്നേ. മുഹമ്മദിന്റെ ധാർമ്മികത, വിശുദ്ധ പൗലോസിന്റെ ധാർമ്മികത. താങ്കളല്ലേ പറഞ്ഞ ഡേറ്റ് ഞാൻ എവിടാന്ന് വെച്ചാൽ വിളിക്ക് വരാന്ന്. ഞങ്ങൾ റെഡിയാണ്. മനസ്സിലായോ? ഇനിയും വീഡിയോ ഇറക്കി കഴിഞ്ഞാൽ ഇനിയും വീഡിയോ തരും. മനസ്സിലായോ? അപ്പോൾ ഇനിയും വരാൻ പോകുന്ന വീഡിയോ ചില ഹദീസുകളും ചില ഖുർആനായത്തുകളും ചില തഫ്സീറുകളും ഒക്കെ കയറി വരും. നാണം കെടാണ്ടൊന്നുണ്ടെങ്കിൽ നിർത്തിപ്പോകുന്നതാണ് നല്ലത്. പിന്നെ വേറൊരു കാര്യം, എന്നെ വിറ്റ് കാശാക്കാൻ ചില ആൾക്കാർ നോക്കുന്നുണ്ട്. ബ്രദറെ ഇന്റർവ്യൂ എടുക്കുക. ഇല്ല കേട്ടാ, അതിന്റെ ആവശ്യമില്ല. എനിക്ക് പറയാനുള്ളത് ഞാൻ ഇന്ത്യ കൂടെ പറഞ്ഞോളാം. ഓക്കെ? അതുകൊണ്ട് പറയുകയാണ്, ഇങ്ങോട്ട് വന്ന് മെസ്സഞ്ചറിൽ
ഞാൻ വിശ്വസിക്കുന്ന വിശ്വാസങ്ങൾക്ക് എതിരായിട്ട് എഴുതിയിട്ടുകൊണ്ടാണ് ഇവിടെ വരെ എത്തിയത്. അത് എഴുതാതെ അബ്ദുൽ നാസർ മീരാന്റെ തുള്ളിയും ചെയ്ത് ഉണക്കയേലക്ക വെള്ളം കയറ്റി പൂപ്പിച്ചു കൊടുക്കുന്ന പരിപാടിയായിട്ട് നടക്കുന്ന പരിപാടി അത് ചെയ്തു പോവാണെന്നുണ്ടെങ്കിൽ അത്ര നല്ലതല്ലായിരുന്നു. ഇപ്പൊ ഇവിടെ വരെ എത്തിയില്ല, നാണം കെട്ടില്ലേ. അപ്പൊ കഴുതയുടെ കാമം, കാട്ടുകഴുത എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ കാമം കരഞ്ഞ് അങ്ങ് തീർക്കുക. ഡിബേറ്റിന് വരാൻ ധൈര്യം വരിക. MC അബ്ദുൽ നാസർ മീരാനെ ഞാൻ ഡിബേറ്റിന് സ്വാഗതം ചെയ്യുന്നു. MC കൊണ്ടുവരുന്നവർക്ക് ആകർഷകമായ സമ്മാനങ്ങളൊന്നും തരാനില്ല. നിങ്ങൾക്ക് അവിടെ സീറ്റ് കാണും, അവിടെ ഇരിക്കാം, ഡിബേറ്റ് മുഴുവനും കേൾക്കാം, എന്നിട്ട് നിങ്ങൾക്ക് വിലയിരുത്താം. ഒരു കാര്യം കൂടെ MC അബ്ദുൽ നാസറിനോടും കൂട്ടരോടും പറയണേ. MC അബ്ദുൽ നാസർ കൂട്ടരോടും പറയുകയാണ്, 85-ൽ MC അബ്ദുൽ നാസർ നരകത്തിന്റെ വാതിലിലേക്ക് പ്രവേശിച്ചു പോയി. എന്നാൽ ഇന്നും മടങ്ങി വരാൻ സമയമുണ്ട്. കാരണം കർത്താവായ യേശു ക്രിസ്തു MC-യുടെ കൂട്ടത്തിലുള്ളവരെ സ്നേഹിക്കുന്നു. ആ സ്നേഹനിധിയായ കർത്താവ് പറയാണ്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമെന്ന്. ആ ജീവനുള്ള ക്രിസ്തുവിനെ പിന്തുടരുക. ഇല്ല എന്നുണ്ടെങ്കിൽ MC ഇവിടെ കിടന്ന് എത്ര പുസ്തകം എഴുതിയാലും, എന്തൊക്കെ എഴുതിയാലും, എത്ര ഡിബേറ്റ് നടത്തിയെന്ന് പറഞ്ഞു കഴിഞ്ഞാലും, എത്രക്കെ നന്മ പ്രവർത്തികൾ എന്ന് പറഞ്ഞാൽ കബറിലിട്ട് അടിച്ച് കബർ ശിക്ഷ, കബർ പരീക്ഷണം, നാക്ക് വലിച്ച് ആ തള്ളവരലിലോട്ടും ഒക്കെ കെട്ടിയിട്ട് അടിക്കുന്ന അടിയൊന്ന് ആലോചിച്ച് നോക്കിയോ. കൂടം വെച്ച് അടിച്ച് ഒരു ഊപ്പാട് വരുത്തുക. അത് ഒരു ദിവസത്തെ അടിയാണോ? അല്ല. പിന്നെപ്പോഴാ കാഹള ഊതുന്ന ദിവസം വരെ MC-യുടെ തലയുടെ പുറകിൽ കിടന്ന് മുട്ടും. മനസ്സിലായോ? അപ്പൊ അവിടെ കിടന്നൊന്നും വിളിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. കാരണം ഇവര് കണ്ണും കാണത്തില്ല, ചെവിയും കേൾക്കത്തില്ല അടിക്കാൻ വരുന്നവർക്ക്. ആകെ 2 ബംഗാളികളുള്ളൂ പണിക്ക്, വേറെ ആരുമില്ല ഒന്ന് പിടിച്ചു നിർത്താൻ പോലും. അതുകൊണ്ട് MC-യോട് പറയണം, ആ അടിയെക്കാണ്ടും ഏറ്റവും നല്ലത് ഇന്ന് മരിച്ചാൽ ക്രിസ്തുവിനോടുകൂടെ ആയിരിക്കാം. ആ ക്രിസ്തുവിലേക്ക് മടങ്ങി വരിക എന്ന് പറഞ്ഞുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു. നമുക്ക് ദൈവം അടുത്ത എപ്പിസോഡ് കാണാം. ദൈവം എല്ലാവരും ധാരാളമായി സഹായിക്കും.